കണ്ട നമ്മുടെ കൈ വിട്ട്. അപ്പൊ ബിസിനസ് ആരെ കൈ പോകും? പൈസ എവിടെ പോകും? 10 പ്രോഡക്റ്റ് കുറഞ്ഞു 300. ഇനി 400 പ്രോഡക്റ്റ് കമ്പനിയുടെ സ്വന്തമുണ്ട്. മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഒരു 3000-ഓളം എടുത്ത് കമ്പനി നമുക്ക് വാങ്ങാനും അത് വിൽക്കാനുമുള്ള അവസരം തരും. നോക്കിക്കേ, ഇതാണ് കമ്പനി ചെയ്യാൻ പോകുന്നത്. 14 വിഭാഗം പ്രോഡക്റ്റ് 400 കമ്പനിയുടെ കയ്യിൽ സ്വന്തം. ഇനി കമ്പനി വിചാരിക്കുന്നു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും കൂടെ വാങ്ങണം. നമുക്ക് ഇപ്പോൾ ഡാബറിന്റെ തേൻ വേണം, അത് വാങ്ങിയാലും ഇവിടെ വാങ്ങിയാൽ പൈസ കിട്ടും കേട്ടോ. അതും കമ്പനി എടുത്ത് എന്ത് ചെയ്യും? അതിൽ വരുന്നതാണ് ഇതെല്ലാം. ചൂല് മേടിച്ചാലും പൈസ കിട്ടും, പാറ്റഗുളിക മേടിച്ചാലും പൈസ കിട്ടും. ഇതാണ് അവസരം. അപ്പൊ ഇത് വേണ്ടാത്ത ആൾക്കാരുണ്ടോ? നിരന്തരം വേണ്ടുന്ന ഉൽപ്പന്നം ഒരുപാട്. പാത്രം കഴുകുന്നില്ലേ, സ്ക്രബ്ബറൊക്കെയില്ലേ, അത് മേടിച്ചാലും പൈസ കിട്ടും. ഇതാണ് ഈ ഉൽപ്പന്നങ്ങൾ. അതും ഇവിടെ വരും. ഇപ്പം നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ളത് പ്രൊഡക്റ്റ്. ഇത് കൂടാതെ ഹരിപ്പാടൊക്കെ എത്തിയതും കേരളത്തിലേക്ക് വന്നിരുന്നോ? കണ്ടോ? ഉണ്ടായിരിക്കുന്നത് കണ്ടോ? അണ്ടിപ്പരിപ്പ് മേടിക്കാം, ബദാം മേടിക്കാം, എന്താ വേണോ അതെല്ലാം കൊണ്ടുവരും. നാളെ ഒരു സമയത്ത് സ്വർണ്ണം മേടിച്ചാലും പൈസ തരാന്ന് പറയുന്നത്. ഇതാണ് കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയുള്ള കമ്പനി ഇത് ചെയ്യുന്ന എന്താണെന്ന് അറിയാം. ഈ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് നേരെ എഴുതിക്കോളാം. നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വേറെ ഒന്നും എത്തിക്കുന്നില്ല, നേരെ കമ്പനിയുടെ ഓഫീസിൽ എത്തിക്കും. ഇതിന് ഇടനിലത്തുകാർ ഒന്നും കാണത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കമ്പനി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മളൊരാൾക്ക് പറഞ്ഞു. കമ്പനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് CA-ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അതിന്റെ ഭാഗമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരാളുടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ബേസ് എങ്കിലും അറിയാം. ഇത്രയും പറയുന്നതിന് ഇനി കൂടുതൽ പഠിക്കണം, ഡിഗ്രി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത്രയെങ്കിലും നമ്മുടെ മനസ്സിൽ വേണം. അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് 2-3 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിച്ചു. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയാൻ പഠിക്കത്തില്ല. അതൊന്നും വേറൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തിനാ വെസ്റ്റീജ് വന്നത് ആരെങ്കിലും ചോദിക്കുക. നമ്മൾ എന്തിനു വെസ്റ്റീജ് വന്നത് എന്ന് ചോദിച്ചെന്ന് പറയും. ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്താ നല്ലൊരു വരുമാനം, അത് വേറെ പണിയുണ്ട്. അത് വെസ്റ്റീജിൽ തന്നെ വരണമെന്നുണ്ട്. വരുമാനം ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒരാശയം വരുമാനമാണ് മുഖ്യം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചിലർ ചോദിക്കും എന്തിനായി വെസ്റ്റീജ് വന്ന വേറെ കമ്പനിയിൽ ചെന്നാലും വരുമാനം കിട്ടും. മുഖ്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 1 ആരോഗ്യം, ഹെൽത്ത് കേട്ടോ. 2 വെൽത്ത്, സമ്പത്ത്. 3 ഹാപ്പിനെസ്, സന്തോഷം. ഇത് പഠിച്ചു വെച്ചേക്കാം. ഇത് 3-ഉം 100% ആര് തരും? വെസ്റ്റീജിൽ തരും. ഇതാണ് നമ്മുടെ വെസ്റ്റീജിൽ വന്നാൽ നമുക്കുള്ള ഗുണം. ഒരു ഫാമിലിക്ക് എന്തൊക്കെ കിട്ടും? നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല സന്തോഷം. ആഗ്രഹമുള്ള കാര്യമാണ്. അത് ഇത് വേണ്ടെന്നുണ്ടോ? വേണോ? ഇത് ഇന്നില്ലയോ? ഇത് അല്ല, ഇത് വേണമെന്ന് ഇവിടെ വന്നപ്പോ പറഞ്ഞു. ഇത് ഇന്ന് കിട്ടുന്നില്ലയോ? ഇന്നുണ്ടോ? ആരോഗ്യമുണ്ടോ? അത് വേറെ ക്ലാസ്സിൽ പോകുമ്പോൾ പറയാം. സമ്പത്ത്, ആരോഗ്യം, സമ്പത്ത്, സന്തോഷം. ഒന്നാമത് ഞാൻ എഴുതിയ എന്താണ്? ആരോഗ്യം. 2ാമതാണ് സമ്പത്ത്. 3ാമത് സന്തോഷം. ഇത് 3 ഒരുമിച്ചാണ് കിട്ടുന്നത്. ഇന്നത് ഒരുമിച്ച് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഉണ്ടോ? സംശയം? ആരോഗ്യത്തോടുകൂടി സമ്പത്ത്, അപ്പോഴാണ് സന്തോഷം വരുന്നത്. ഇത് 3ഉമാണ്. ആര് തരും? അപ്പൊ വെസ്റ്റീജിൽ വന്നാൽ ഒരു ഗുണം ഇത് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴാണ് ഇമ്പോർട്ടൻറ്റ്. നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല സന്തോഷം. ഇതിന് ഉള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റിയത്. നല്ല ആരോഗ്യ ഉൽപ്പന്നങ്ങളുണ്ട്. ഹെൽത്ത് കെയർ പ്രോഡക്റ്റ്, അതിന് പ്രത്യേക ക്ലാസ് ഉണ്ട്. ആരോഗ്യ സംരക്ഷണ ക്ലാസ് വരും. അത് അറ്റൻഡ് ചെയ്താൽ ആരോഗ്യം മെച്ചപ്പെടും. മനസ്സിലായോ? അപ്പൊ അതിനുള്ള സൗകര്യം ഇവിടെ കിട്ടും. നോക്കിക്കേ, ഈ ഉൽപ്പന്നങ്ങളിൽ ആരോഗ്യ പ്രോഡക്റ്റ് ഉണ്ട്. 14 വിഭാഗമാണ്. കൺസ്യൂമർ പ്രോഡക്റ്റ്, നിത്യം ഉപയോഗിക്കുന്ന വസ്തുക്കൾ. നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം നമുക്കിവിടെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഈ ഉൽപ്പന്നങ്ങൾ ഏത് കമ്പനിയുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമ്പനി ഫ്രീ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് തരും. ഒരു ഡിസ്കൗണ്ട് കാർഡ് ഇത് ഫ്രീ ആയിട്ട് ആര് തരും? ഇനി ഇടപാട് കമ്പനിയായിട്ടാണ്. കണ്ട, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയുടെ നേരിട്ടുള്ള ഇടപാട് ആരെടുത്ത്? ഞാനെടുത്ത്. ആര് പൈസ കൊടുത്തു? എങ്ങനെ തന്ന്? ഫ്രീ ആയിട്ട് തന്ന്.
പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വേറെ പോകും. മനസ്സ് ഇവിടെയും ശരീരം അവിടെയും പോകരുത്. നോക്കിക്കേ, ഫ്രീ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് വന്നു. ഇനി ഈ ഡിസ്കൗണ്ട് കാർഡ് എടുക്കുന്ന ആളിന് വാങ്ങുന്ന ഉൽപ്പന്നത്തിന് എന്ത് തരും? ഞാൻ പറഞ്ഞൂടെ, എന്ത് തരും? ഡിസ്കൗണ്ട് തരും. ഇത്ര പഠിച്ചാൽ മതി. ഡിസ്കൗണ്ട് കാർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ഡിസ്കൗണ്ട് തരും. ഇനി നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സോപ്പ് വാങ്ങിയിട്ടുണ്ട് അല്ലേ, പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, പാചകത്തിനുള്ള എണ്ണ, ഇതെല്ലാം നമ്മൾ വാങ്ങിയിട്ട് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആ കടയിൽ ഇതേപോലെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കടക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ഇനി രണ്ട്, ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത പറയാം. 100% 100% പ്രോഡക്റ്റ് ക്വാളിറ്റി ഗ്യാരണ്ടി. കേട്ടോ, 100% പ്രോഡക്റ്റ് ക്വാളിറ്റി ഗ്യാരണ്ടി. ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുത്തോളാം എന്ന് എഴുതിയ പ്രോഡക്റ്റാണ്. ഗുണമോ മോശമോ? നമുക്ക് ആർക്കും ധൈര്യമായിട്ട് പറയാം. കാര്യം എന്താ? ഗ്യാരണ്ടി അതിനകത്ത് എഴുതി തരുന്നു. ഇന്ന് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുണ്ടോ? ഇത് ഇല്ല. അവിടെ ഇല്ലാത്ത ഗുണം ഇവിടെ. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് ആണ് തരാന്നുള്ളത്. ഒന്നാമത്തെ ഡിസ്കൗണ്ട് റീറ്റെയിൽ പ്രോഫിറ്റ്. വാങ്ങുമ്പോൾ തന്നെ 10% മുതൽ 20% വരെ MRP നിന്ന് വില കുറച്ച് തരും. MRP എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇത് വീട്ടമ്മമാര് പഠിക്കേണ്ട കാര്യമാണ്. MRP എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അടിച്ചു വെച്ചിരിക്കുന്ന വില, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. മാക്സിമം റീറ്റെയിൽ. ആരെന്ത് ചോദിച്ചാലും നമുക്ക് സംശയം തീർത്ത് പറയണം. അതിന്റെ തലയിലെടുത്ത് മാക്സിമം, അതിനപ്പുറത്തോട്ട് പിന്നെ എഴുതാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ കൊടുത്ത് മേടിക്കുന്നത്. MRP നിന്ന് 10% മുതൽ 20% വരെ വില കുറച്ച് തരും. ആര് തരും? എന്നൊക്കെ തരും. എപ്പോഴൊക്കെ വാങ്ങുന്നത് അപ്പോഴൊക്കെ തരും. സ്ഥിരമായിട്ട് മേടിച്ചാൽ സ്ഥിരമായിട്ട് കിട്ടും. അപ്പൊ കാർഡ് കയ്യിലാക്കി ഫ്രീ ആയിട്ട്. ഈ കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് ഒന്നാമത്തെ ഡിസ്കൗണ്ട്. ഇത് നഷ്ടമോ ലാഭമോ? ലാഭമാണ്. അപ്പൊ മനസ്സിലായല്ലോ കാര്യം. രണ്ടാമത്തത്, വാങ്ങിയ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ല, നഷ്ടപ്പെടുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഒരു സോപ്പ് മേടിച്ചു, ഡിസ്കൗണ്ടിൽ കിട്ടി, വീട്ടിൽ കൊണ്ടുപോയി തേച്ച് നോക്കി, ചൊറിയും. ഈ സാധനം നമുക്ക് തിരിച്ചു കൊടുക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ നോട്ട് സാറ്റിസ്ഫൈഡ് ഇരിക്കാൻ റിട്ടേൺ പ്രോഡക്റ്റ് റിട്ടേൺ പോളിസി. നിയമപരമായിട്ട് നമുക്ക് കൊണ്ടുകൊടുത്ത് നമ്മുടെ പൈസ തിരിച്ചു. ഇത് എഴുതി തരുന്ന പ്രോഡക്റ്റാണ്. ഗ്യാരണ്ടി ഉണ്ട്. ഒന്നാമത് 100% ഗ്യാരണ്ടി. രണ്ടാമത് ഉപയോഗിച്ച് ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമോ? ഇല്ല. ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നില്ല. ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടാലോ വീണ്ടും വാങ്ങും. അത് നമ്മുടെ ശീലമാണ്. അതിന് ബോണസ് വരും. അതിന് പറയുന്ന പെർഫോമൻസ് ബോണസ് 5% മുതൽ 11% വരെ തരും. ഇത് തരാൻ വേണ്ടി എന്ത് ചെയ്യുന്ന കമ്പനി ഓരോ പ്രോഡക്റ്റിനും പോയിന്റ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീതിച്ചു കൊടുക്കണ്ടേ? ഈക്വലായിട്ട് കൊടുക്കാൻ വേണ്ടി പോയിന്റ് വെച്ചിട്ടുണ്ട്. കമ്പനി PV എന്ന് പറയും, പോയിന്റ് വാല്യൂ. നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിന്റെ പോയിന്റ് നമുക്ക് തന്നെ കിട്ടും. അതാ നമ്മുടെ കാർഡ് വെച്ച് മേടിക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടും. ഈ പോയിന്റ് എത്രമാത്രം നമ്മൾ വാങ്ങുന്നോ അത്രമാത്രം പൈസ അതിൻ്റെ കൂടെ വരും. നമ്മൾ വീട്ടിൽ സോപ്പ് തേച്ച്, പേസ്റ്റ് തേച്ച്, ഇതെല്ലാം കഴിഞ്ഞ് ആ മാസം കണക്കൂട്ടി നോക്കുമ്പോൾ എത്ര വാങ്ങിയോ അതിൻ്റെ എല്ലാം പൈസ ആയിരിക്കും വരും. എന്തൊരു സുഖം. ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ട് വാങ്ങുന്നോ? ഇല്ലെങ്കിൽ ആ കടയിൽ മേടിക്കേണ്ട. മൂന്നാമത്തത് കമ്പനിയുടെ ഡയറക്ടർ ബോണസ്. ഇത് കമ്പനിയുടെ ഷെയറാണ്. ഞാൻ ടിക്ക് ചെയ്യും. കമ്പനിയുടെ ഷെയറാണ്. എത്ര വരും? 4%. നമ്മൾ വാങ്ങുന്നതിന് മാത്രമല്ല തരുന്നത്. ഡയറക്റ്റാണ് ഇരിക്കുന്നത് കണ്ട ബോണസ് ഒക്കെ മേടിച്ചെങ്കിൽ. അപ്പൊ ഡയറക്ട് ബോണസ് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ഓടി നമ്മൾ കൊടുത്ത പോയിന്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ വിഹിതം തരും. കണ്ടോ? കമ്പനി വിറ്റത് പോലും എടുത്തിട്ട് അതിന്റെ കണക്ക് കൂട്ടി നമുക്കൂടെ വിഹിതം തരും. ടിക്കിന്നില്ലാതെ തന്നെ. നാലാമത്തത് ടീം ബിൽഡിംഗ് ബോണസ്. ഇത് 2%. അതും കമ്പനിയുടെ ഷെയറാണ്. നോക്കിയേ. അഞ്ചാമത്തത് ബിസിനസ് ബിൽഡിംഗ് ബോണസ്. ഇത് 14% ഷെയറാണത്. 6 ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ്. ഇതൊന്നും നിങ്ങൾ 17%. അറിഞ്ഞിരിക്കണം എന്തൊക്കെ ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് നമ്മൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താലേ പൈസ കൊടുക്കും. അപ്പൊ ഇത്രയും ബോണസ്. ഇതും ഷെയറാണ് കേട്ടോ.
ഇത്രയും ബോണസ് കമ്പനി ഇങ്ങോട്ട് തരിക, നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇത്രയും ബോണസ് വാങ്ങാൻ നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടായെന്ന് നോക്കി, എന്ത് കഷ്ടപ്പാടുണ്ടായെന്ന് നോക്ക്. നമ്മളെന്തായാലും സോപ്പും പേസ്റ്റും ഒക്കെ മേടിക്കുന്നു, ആ കടയിൽ കിട്ടുന്നില്ല. ആ കടയിൽ കിട്ടാത്തത് ഈ കടയിൽ കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്യും, കിട്ടുന്ന കടയിലേക്ക് മാറി. ഉദാഹരണത്തിന് ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. കൊല്ലത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അൽമനാമ സൂപ്പർ മാർക്കറ്റ്. അവിടെ പോയി സാധനം മേടിക്കും. ഒരു ദിവസം അവിടെ നോക്കിയപ്പോൾ കാണാം തക്കാളിക്ക് 32 രൂപ. തക്കാളിക്ക് 32 രൂപ. ആ സമയത്ത് കരുനാപ്പള്ളിയിൽ നോക്കിയപ്പോൾ കാണാം ഒരു അളിയനെ വിളിച്ചു ചോദിച്ചപ്പോൾ അളിയൻ പറഞ്ഞിട്ട് തക്കാളിക്ക് അവിടെ 30 രൂപയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ 2 രൂപ കുറവ്. എവിടെ? കരുനാപ്പള്ളി. ഇവിടുന്ന് ഞാൻ കാർ എടുത്ത് പോകും. ലാഭമുള്ള കടയിൽ നമ്മൾ പോകുന്നില്ലേ? അതാണ് നമ്മുടെ ശീലം. അപ്പൊ ഇന്നലെ വരെ മേടിച്ച കടക്കാരൻ ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ അറിഞ്ഞു വെച്ചോണ്ട് ആ കടയിൽ പോവോ? ഇല്ല. ഇനി ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ തരുന്നുണ്ട്. ഫണ്ട് തരും, ട്രാവൽ ഫണ്ട്. വിദേശ ടൂറിന് വേണ്ടി ഒരു ഫണ്ട് തരും, 3%. ട്രാവൽ ഫണ്ട് 3%. ഇത് കമ്പനിയുടെ ഷെയർ. ഇത് എന്ന് വരെ തരുമെന്ന് അറിയാം? ആയുഷ്കാലം തരും. 17 വർഷമായിട്ട് ഫോറിൻ ട്രിപ്പ് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ കൊറോണ കാരണം അതൊന്നും കുറച്ച് വെച്ചിരിക്കുക. ഇതൊന്നും മാറിയിട്ട് വേണം ബാക്കി എല്ലാവർക്കും ഇനി പോകാൻ. കണ്ടോ? അപ്പൊ ട്രാവൽ ഫണ്ട് നമുക്ക് കിട്ടും എന്ന് വരെ ലൈഫ് ടൈം. അടുത്തത് കാർ വാങ്ങാനുള്ള ഫണ്ട് തരും, കാർ ഫണ്ട്. അതൊരു 5% ഉണ്ട്. ഇത് നമുക്ക് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യാം. കാർ വാങ്ങി ഉപയോഗിക്കാം. അതാ ഞാൻ പറഞ്ഞ ഐഷാത്ത കാർ മേടിച്ചു, അവരുടെ കൂടെ വന്ന ഒരുപാട് പേര് കാർ മേടിച്ചു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അവരെങ്ങനെ ചെയ്തപ്പോഴാണ് കാർ കിട്ടിയത്. അടുത്തത് ഹൗസ് ഫണ്ട്, വീട് വെക്കാനുള്ള ഫണ്ട് തരും. അതൊരു 3%. ഇതും കമ്പനിയുടെ ഷെയറാണ്. അടുത്ത എലൈറ്റ് ക്ലബ് ബോണസ് എന്ന് പറഞ്ഞൊരു ബോണസ് ഉണ്ട്, അതൊരു 2%. അങ്ങനെ ഇതെത്രയായി? 7, 6, 7, 8, 9, 10 തരം ആനുകൂല്യം. ഇതും കമ്പനിയുടെ ഷെയറാണ്. നോട്ട് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം. അങ്ങനെ എടുത്താൽ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഇതെന്തുവാണെന്നത് അറിയാതായിരിക്കും. ഇവിടെ പറയും, എടുത്താ പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എത്ര തരം ആനുകൂല്യമുണ്ട്? എത്ര തരം? 10. ഏതൊക്കെയാണെന്ന് അറിയാം? ഫണ്ട് എത്ര ഉണ്ട്? 4 ഫണ്ടും 6 വരുമാനവും ബോണസും. 6 ബോണസും 4 ഫണ്ട്. ഇത് ഇത്രയാണ് കമ്പനി തരുന്നത്. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് വേണം? നമ്മുടെ ആഗ്രഹം ഇതിൽ കൂടുതൽ ഇനി വല്ലതും വേണം? ഇല്ല. മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഒരു നല്ല വീട്, നല്ല കാറ്, ഇതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നല്ലേ? ഓ, ഇത്രയും നാളെ ജീവിച്ചിട്ട് ഇതൊന്നും കൈ വന്നില്ലെങ്കിൽ താങ്കളുടെ അവസരമുണ്ട്. അവസരം കമ്പനി എന്താ തരുന്നത് നമുക്ക്? ഓപ്പർച്യൂണിറ്റി, അവസരം. എല്ലാവർക്കും ഒരേ അവസരം. വീട് ഫണ്ട് വരെ സാർ വാങ്ങിച്ചു, കാറിന്റെ ഫണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരേ അവസരം. ഞാൻ കൊല്ലത്തുനിന്ന് വന്നു, എന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ 3 പേരോട് വന്ന് പുതിയതായിട്ട് പരിചയപ്പെട്ടു. ഞാൻ വളരെ സന്തോഷം. കഴിഞ്ഞെന്താ ഇതായിരിക്കണം നമ്മുടെ എല്ലാവരും. നമ്മൾ കൊടുക്കുന്നു, എത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്നു അതെല്ലാം നമുക്ക് അസറ്റാണ്. നോക്കിക്കേ, കമ്പനി അതിനുള്ള അവസരം ഒരുക്കി തരിക. അതാണ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അത് മനസ്സിലായോ? ഇത് ആദ്യമായിട്ട് കേൾക്കണം. നേരത്തെ കേട്ടിട്ടില്ല. ഞാൻ ഈ 2-3 പോയിന്റ് പറഞ്ഞത് മനസ്സിലായോ? ഇന്നലെ അവിടെ മേടിച്ച കടയിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ കൊല്ലത്തുനിന്ന് നമ്മളിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റും? അതെങ്ങനെ വിശ്വസിക്കുന്നത്? ഇന്നലെ വരെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു, ഒരു കാറും തന്നില്ല, ഒരു ടൂർ കൊണ്ടുപോയില്ല. ഇപ്പൊ പറയുന്നത് ബോണസ് എല്ലാം തരാം, ബാങ്കിൽ പൈസ വരും. ഇതൊക്കെ പറയാൻ വിശ്വസിക്കില്ല. പറ്റുമോ? മാഡം പറയുന്ന ഒരാളെ വിശ്വസിക്കുമോ? എന്നെ സാറിന് കിട്ടി. എന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതെന്തുകൊണ്ട് കമ്പനി തരുന്നു? ഇല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്നലെ വരെ മേടിച്ച കട തന്നില്ല, ഈ കടയിലേക്ക് മാറാനല്ല. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. കേട്ടോ, ഞാൻ പറഞ്ഞ വാക്കുണ്ടോ? ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങൾ കട മാറൂ, നിങ്ങളുടെ ലൈഫിനെ മാറ്റാം എന്നാണ് പറഞ്ഞത്. അവരുണ്ടെങ്കിൽ ഇന്നലെ വരെ മേടിച്ച കടക്കാരെ തന്നില്ലല്ലോ, ഈ കട തരുമെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞല്ലോ. വായിക്കണ്ട, 2 കടയിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായി. അപ്പൊ 10 തരം ആനുകൂല്യം ഉണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് ഈ കട തരുന്നു, ആ കട തരുന്നില്ല? ഇന്ന് വാങ്ങുന്ന കട അറിയപ്പെടുന്ന പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഇന്ന് നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കട, അതിന് പറയുന്ന പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് 3 തരമാണ്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ്,
ഒന്ന് ടെലി മാർക്കറ്റിംഗ്, ഒന്ന് ഡയറക്ട് മാർക്കറ്റിംഗ്. ഇത് മൂന്ന് പഠിച്ചോണം. ടെലി മാർക്കറ്റിംഗ് ടെലിവിഷനിലൂടെയും പരസ്യത്തിലൂടെയും നമുക്ക് കാണും. അതിന് ഓർഡർ കൊടുക്കും ഓൺലൈൻ കേട്ടോ. ഇവിടെ ചെയ്യുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഇവിടെ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരാളാണ് മാനുഫാക്ചർ, ഒരു നിർമ്മാതാവ് ഒരു സാധനം ഉണ്ടാക്കുന്ന വ്യക്തി. ആ സാധനം ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് വരുന്ന ചിലവ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 40 രൂപയുടെ സാധനം അദ്ദേഹം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ അതിന് ചിലവ് എത്ര വരും? 30 രൂപ 10 രൂപ അദ്ദേഹത്തിന്റെ ലാഭം. അപ്പൊ ലാഭം ഉൾപ്പെടെ അദ്ദേഹത്തിന് 40 രൂപയായി. ഉണ്ടാക്കിയ സാധനത്തിന്റെ 40 രൂപ ചെലവാക്കി. മാനുഫാക്ചറിങ് കോസ്റ്റ്, നിർമ്മാണ ചെലവായി, ലാഭത്തോടു കൂടി 40 രൂപ. ഈ സാധനം അവിടെ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? ഇത് എന്ത് വേണം? ജനങ്ങളിൽ കൊണ്ട് എത്തിക്കണം, കൊടുക്കണ്ടേ? അതോ ഞാൻ അട്ടിയിട്ട് വെച്ചാൽ മതിയോ? അദ്ദേഹം ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റ്. ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ കസ്റ്റമറിൽ കൊണ്ടുവരും, നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ കൊണ്ടുവരും. അപ്പോഴും നമ്മൾ വാങ്ങുന്ന വില ഏത് കാണും? പ്രോഡക്റ്റിൽ കാണും. ഉണ്ടാക്കിയ പ്രോഡക്റ്റിനകത്ത് എഴുതിയിരിക്കുക MRP. എത്ര കാണുമെന്നറിയോ? കുറഞ്ഞത് 100 രൂപ എഴുതിയിരിക്കും. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷണൽ മാർക്കറ്റ് വഴി ഈ സാധനം കസ്റ്റമറിൽ എത്തിക്കാൻ പല ഇടനിലത്തട്ടുകാരെ എത്തിക്കും. ഇതിന് പറയുന്ന ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, സ്റ്റോക്കിസ്റ്റ്, CNF, ഇത് പല പേരിൽ അറിയപ്പെടും. അതിന് നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞ ഇടനിലത്തട്ടുകാരാണ്. ഇവരെല്ലാം ഇടയിലുള്ളത് കൊണ്ടാണ് ഇവർക്കൊരു വിഹിതം കൊടുക്കണം. അതിന് പറയുന്ന പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ്. ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ചെയ്യാൻ വരുന്ന ചെലവ് എത്ര ശതമാനം വരുമെന്ന് അറിയാം? 35%. ഇത് ഫ്രീ ആയിട്ട് പഠിക്കുക. ഒരു എക്കണോമിക്സ് പഠിക്കുന്നത് പോലെ പഠിക്കുക. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ എടുക്കുന്ന ചെലവാണ് 35% അതിന്റെ ഇടനിലത്തട്ടുകൾക്കും. ഇനി ജനങ്ങളെ ഇതെങ്ങനെ അറിയിക്കും? പ്രോഡക്റ്റ് പരസ്യം വേണം, അതെല്ലാവർക്കും അറിയാം. അഡ്വർടൈസ്മെന്റ് വേണം, അതിന് എത്ര ശതമാനം പോകും? 25% അതിനും കൊടുക്കണം അല്ലേ? അശ്വര കൈ എടുത്ത് സോപ്പ് കാണിച്ചിട്ട് പോകുന്നതിന് പൈസ ആര് കൊടുക്കണം? നമ്മളെ പോലുള്ള സാധാരണ. ഇതെല്ലാം കൂടി ഇവിടെ വരും. അപ്പൊ നോക്കിയ 35, 25 കൂടെ ആകുമ്പോൾ എത്രയായി? 60%. ഇത് ആരാ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്? ആരാണ്? ഇടനിലത്തട്ടുകാരാണോ? ഇല്ല, ഇവരെല്ലാം തട്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന ഇവിടാണ്. തട്ടുകൊണ്ടെന്ന് എടുക്കാം നമുക്ക് അല്ലേ? ഈ തട്ടെല്ലാം ഇവർ മേടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഇവര് കോടീശ്വരന്മാരാണ്. സൂപ്പർ സ്റ്റോക്കിസ്റ്റ് കോടീശ്വരന്മാർ, സ്റ്റോക്കിസ്റ്റ് ഇതെല്ലാം പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ രീതി നമ്മളെ മുമ്പിൽ ഇന്നുണ്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ പറയുന്നത് പ്രസ്റ്റീജ് കമ്പനി ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, നേരിട്ടുള്ള വിപണനം. ഇതേ രീതി ഞാൻ ഇങ്ങോട്ട് എഴുതുക. കമ്പനി മാനുഫാക്ചർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, പ്രസ്റ്റീജ് കമ്പനി എത്ര രൂപയ്ക്ക് ഉണ്ടാക്കുന്ന? 40 രൂപയ്ക്ക്. യഥാർത്ഥത്തിൽ എത്ര ചെലവാകുന്നത്? 30 രൂപ. 10 രൂപ ആരെ ലാഭം? കമ്പനിയുടെ ലാഭം. അപ്പൊ കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ കമ്പനി കൂട്ടിപ്പോകുമോ? ഇല്ല. കമ്പനിയുടെ ലാഭം മാനുഫാക്ചർ ചെയ്തപ്പോഴേ മാറ്റി വെച്ചു. കമ്പനി സേഫ്, ഹാപ്പി. ഈ സാധനം ജനങ്ങളിൽ കൊണ്ടെത്തിക്കാൻ എടുക്കുന്ന സിസ്റ്റമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നേരെ കസ്റ്റമർ കൊണ്ടുവരും, നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർ കൊണ്ടുവരും. അപ്പൊ കടയിൽ കൊടുക്കുന്ന വില പ്രോഡക്റ്റിൽ എഴുതിയിരിക്കും. എന്തെഴുതിയിരിക്കും? MRP. എത്രയായിരിക്കും? കണ്ടോ? ഈ കടയും ആ കടയും തമ്മിൽ ഇതുവരെ വ്യത്യാസം വല്ലതുണ്ടോ? ഇല്ല, സെയിം ആണ്. ഇവിടെയും സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനിയാണ് വ്യത്യാസം വരുന്നത്. എന്താണെന്നറിയോ? ഇടനിലത്തട്ടുകാരും ഉണ്ടോ? ഇല്ല. പരസ്യക്കാരുണ്ടോ? ഇല്ല. ഈ രണ്ടു കൂട്ടർക്കും കൂടെ ഇവിടെ എത്ര കൊടുത്തത്? ഈ 60% ആർക്ക് തരും? അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 60% നമുക്ക് തരാൻ 10 തരത്തിലായിട്ട് തിരിച്ചു നോക്കാൻ പോരെ? പറഞ്ഞു മനസ്സിലായോ? ഇനി നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് ഏത് കടയിൽ നിന്ന് വാങ്ങണമെന്ന്. ഞാൻ 2 രൂപ ലാഭത്തിന് കരുതാപ്പള്ളി പോയ പുറമെ ഉണ്ടാവും, തക്കാളിക്ക് മാത്രം. ഇവിടെ എത്ര ലാഭം? 10 രൂപ കിട്ടുന്നേ. അപ്പൊ ഞാൻ എവിടെ പോകും? കോയമ്പത്തൂർ വേണമെങ്കിൽ ഇല്ലേ? പോകില്ല. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ പോയത്. അപ്പൊ പിടിയെത്തിയ നിങ്ങൾ പോകും. ഇതാണ് മനുഷ്യന്റെ ചിന്താഗതി. അതുകൊണ്ട് നോക്കണം, ഈ 60% ഈ കടയിൽ നമുക്ക് പല ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകും. ഇവിടെ നമുക്ക് നേരിട്ട് കമ്പനി തരാമെന്ന് പറഞ്ഞൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതാണ് മാർക്കറ്റിംഗ് പ്ലാൻ. ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ 10 തരം. ഇനി വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇനിയും വിശ്വാസം ഇല്ലയോ? വിശ്വാസമുണ്ട് അല്ലേ?
ഇനി ഏത് കടയിൽ നിങ്ങൾ പറഞ്ഞു തീരുമാനം ആരെടുക്കണം? അതല്ല ഞാൻ പഴയത് തന്നെ ചെയ്യും, അവസ്ഥ പഴയത്, ഒരു മാറ്റമില്ല, ഒരു ചേഞ്ച് നമുക്കുണ്ടാകില്ല. ഇതെങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം? ഈ 10 തരം ആനുകൂല്യം എങ്ങനെ നമുക്ക് നേടാം? അതാണ് ഇനി പറയാം. എങ്ങനെ സിമ്പിളായിട്ട് നേടാം? ഞാൻ പറഞ്ഞത് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുത്ത ഈ രീതി ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞുതരാം. ലാഭം നമുക്ക് കിട്ടുന്ന ഈ രീതിയാണ് ഈ പറയുന്നത്. എങ്ങനെ ഇത് കരസ്ഥമാക്കാം? അപ്പൊ ഇതിനകത്ത് മനസ്സിലായോ? ഇതിന് സംശയം വരുമോ? ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? കടകൾ തമ്മിൽ പറഞ്ഞു കൊടുക്കാം. 2 കടയിൽ ഇന്ന് വാങ്ങുന്ന കടയിൽ നല്ല അവസ്ഥ, നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഇതാണ് അവസ്ഥ. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇനി വില കൂടുതൽ വല്ല ഉണ്ടോ? ഇത് പ്രോഡക്റ്റ് ക്വാളിറ്റിക്ക് വില കാണും അല്ലെ? സ്വാഭാവികമായിട്ട് ഇനി അത് കുറച്ച് കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി സംഭവമില്ലേ? അപ്പൊ നോക്കിക്കേ, ഇതിന് നമുക്കിനി ചെയ്തെടുക്കാൻ കമ്പനി പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉള്ളത് സ്ഥിരമായിട്ട് വാങ്ങും. തയ്യാറാണ് ബെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറാണോ? എന്തുകൊണ്ട്? ഞാനിപ്പോ പറഞ്ഞു തന്നു, ഇന്നലെ മേടിച്ച സോപ്പ് എന്തായാലും എന്റെ ജീവിതകാലം മൊത്തം വേണം. ഞാൻ കുടിക്കുവോ? അതെല്ലാം സോപ്പ് വേണം. ചായ കുടിക്കുവോ? ചായപ്പൊടി വേണം. പല്ല് തേക്കുവോ? അത് വേണം. എണ്ണ വേണം. ഇതെല്ലാം വേണം. എവിടുന്നോ മേടിച്ചിട്ടുണ്ടോ? ഇപ്പൊ നല്ലൊരു അവസരം കേൾക്കാനായിട്ട് പറഞ്ഞു, കേട്ടു. ഇനി നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ മാറ്റം നമുക്കുണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെ മാറിയ ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒറ്റപ്പെടും. മാറാൻ തയ്യാറുള്ളവര് മാറ്റത്തിന് വിധേയരാകും. നോക്കിക്കേ, നമ്മൾ ഇതിനകത്ത് വന്നു, നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഒരു മാസം ഒരു എത്ര രൂപ സാധനം മേടിക്കുന്നു? എത്ര രൂപ മേടിക്കും? ഒരു ഈ ഇനത്തില് 10,000 2,000 മേടിക്കോ? അതിന് കൂടുതലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ നിസ്സാരം 10,000 2,000 മേടിക്കും, 3,000 മേടിക്കും. അത് അവരെ കഴിവ് പോലെ. അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മേടിക്കും. പിന്നെ സൗന്ദര്യം വർദ്ധിക്കുന്ന സാധനമൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ 10,000 രൂപയ്ക്ക് മേടിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ മേടിക്കുന്ന 10,000 3,000 3,500 രൂപയ്ക്കൊക്കെ മേടിക്കാം. അത് നിങ്ങളിഷ്ടം. ഞാൻ പറയുന്നത് ഇത് കമ്പനി ഒരു സുതാര്യത പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇന്ന പ്രോഡക്റ്റാണ് മേടിക്കണമെന്ന് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാം കേട്ടോ. പാക്കേജ് ഇല്ല. ഒരു 4,000 രൂപ കൊടുത്തിട്ട് ഈ പാക്കേജ് എടുത്തുള്ളൂ അതല്ല. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തല്ല. ഇത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഇഷ്ടംപോലെ വേണം. അതാ പ്രത്യേകത. സുതാര്യമാണ്. കമ്പനി പറയുന്നു അവസരം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുക. എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. പൈസ തരുന്നതിനുള്ള ചിട്ടയുണ്ട്. ആ രീതി ചെയ്താൽ നിങ്ങൾക്ക് അത് വന്നില്ലെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. അതാണ് പറയുന്നത്. നോക്കിക്കേ, നമ്മളിപ്പോൾ വാങ്ങുന്നത് പോലെ നമ്മളിത് വാങ്ങുന്നത് നമ്മൾ ഒറ്റപ്പെട്ടത് അല്ലെ? ഒറ്റയാളായിരുന്നു. നമ്മളിത് ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആക്ച്വലി ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പലചരക്കടയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. പലചരക്കട വരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടാൽ നമ്മൾ പറയുന്നത് എപ്പോഴാണ് കുട്ടികൾക്ക് ചോദിക്കുന്നത് പറയും ഞാനും ബിസിനസ് ചെയ്യാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ബിസിനസ് ആവാൻ കഴിയുന്നു. അദ്ദേഹം തന്നെ കട തുറന്ന് സാധനം എല്ലാം പൊന്നു കൊടുക്കുകയാണെങ്കിൽ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസിലേ അത് നടക്കും അല്ലെ? മാറി നിന്ന ബിസിനസ് നടക്കുമോ? ഇല്ല. ആ സമയത്ത് ഇവിടെ അലൂക്കാസ്, ഭീമാസ്, വലിയ വലിയ ബിസിനസ്സുകാർ അതിന്റെ പോരാളിയാണോ അവിടെ കട തുറക്കുന്നത്? അല്ല. അവരെന്ത് ചെയ്യും? ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി കാണും, സ്റ്റാഫിന് സ്റ്റാഫ് കാണും, പൈസ മേടിക്കാൻ ആളുകൾ കാണും, അവിടെ ബില്ലടിക്കാൻ പ്രത്യേക ആളുകൾ കാണും. ഇതെല്ലാം സിസ്റ്റമാണ്. അതാണ് ബിസിനസ്. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം നമുക്കൊരു സിസ്റ്റം വേണം. സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. ആ സിസ്റ്റത്തിലൂടെ വേണം ചെയ്യാൻ. അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് എത്ര ഫാമിലി വേണമെന്ന് അറിയാമോ? എത്ര ഫാമിലി വേണം? നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു 5-8 ഫാമിലിയെ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ എന്താണോ തീരുമാനിച്ച് അതേ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർ വേണം. അതിനെങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള വഴി പറയാം, എളുപ്പ വഴി പറയാം. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. സിസ്റ്റം പറയാം. സിസ്റ്റത്തിന് പ്രാധാന്യം ഉണ്ടാവും. ഇങ്ങനെ വളരുന്നതിന് വേണ്ടി നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. ഇതിവിടെ നിൽക്കേണ്ടത് അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം പറയണം. അതാണ് വളരെ സിസ്റ്റം. ഞാൻ പറഞ്ഞു ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. സിസ്റ്റത്തിലേക്ക് പോയാൽ നമ്മളെല്ലാവരും ഒരുമിക്കും. ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യം എല്ലാവർക്കും ഒന്നാണ്. പല വഴി പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തെത്തുമോ? അപ്പോൾ ഒരേ ലക്ഷ്യത്തിൽ പോകണം. ഒരു വള്ളത്തിൽ കയറിയിരുന്നു നമ്മൾ തുഴയുക.
ലക്ഷ്യം അപ്പുറത്ത് കരയിലെത്തണം. കുറെ പേര് അങ്ങോട്ട് പറയുന്നു, കുറെ പേര് ഇങ്ങോട്ട് പറയുന്നു. എത്തുമോ? ഒരേ ലക്ഷ്യത്തോട് പോകണം. അതിന് ഒരേ ചിട്ട വേണം, ഒരേ ചിട്ട. അതാണ് ഞാൻ പറയുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിട്ടപ്പെടുത്തലാണ്. ഒന്ന്, തീരുമാനം ഇന്ന് എടുത്തോണം. ലൈഫ് മാറാൻ പോവുകയാണ്, തീരുമാനം എടുത്തോണം. ഒന്ന്, ഇന്ന് മുതൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം ഇതൊക്കെ ആയിരിക്കും. പറ്റൂലേ പറയാം. ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അപ്പോൾ പറയാം, ഇതൊന്നും എന്നെ നമ്മൾ പറ്റൂലെന്ന് പറയാം എന്നാണ് പറയാം. പറ്റൂല. ഒന്ന്, 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളായിരിക്കും മാറ്റുക. പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം. 100% പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മൊത്തം പ്രോഡക്റ്റ് മേടിച്ചോണ്ടല്ല പോകുന്നത്. വീട്ടിൽ സോപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടുത്തെ സോപ്പ് ഉപയോഗിക്കണം, പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് മാറും. പറ്റുമോ? ഇല്ലേ? പറ്റും. പറ്റത്തില്ലേ? പറ്റും. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണ്. പറ്റാത്ത പണിയാണെങ്കിൽ ഇവിടെ നിർത്തിക്കോണം. കാര്യം എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ ആൾക്കാരെ കൊണ്ട് നമ്മൾ ചതിക്കാൻ പോകണം, വേണ്ട. അപ്പൊ ഇത് പറ്റുന്ന പണിയാണ്. പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ മുട്ടിയാണ്. ഇപ്പോഴേ പറഞ്ഞിട്ട് പറ്റുമല്ലോ. ഒന്നാണ് സിസ്റ്റമാ പറയാതെ ഇതേ ചെയ്യാവൂ. ഇനി രണ്ട്, നമുക്ക് ഇതിനകത്ത് ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ചെയ്യരുത്. നമുക്ക് എന്ത് വേണം? ഒരു കൂട്ടായ്മ വേണം. ഒരു കൂട്ടായ്മ വേണമെങ്കിൽ കൂട്ടായ്മയിൽ വരുന്ന ആൾക്കാർ ആരാണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. രണ്ട്, അതിന് റിട്ടേൺ ലിസ്റ്റ് വേണം. റിട്ടേൺ ലിസ്റ്റ് മസ്റ്റായിട്ട് വേണം. ഈ സിസ്റ്റം നിങ്ങൾ എഴുതി പഠിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു വെക്കും. റിട്ടേൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നമ്മളെ പാർട്ണറാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഒരു നിര തന്നെയാണ്. അത് ലിസ്റ്റ് ആക്കണം. റിട്ടേൺ എഴുതപ്പെടുന്ന ഒരു ലിസ്റ്റ് വേണം. എഴുതുകയും വേണം, അത് കാണുകയും വേണം. എഴുതാതെ കാണാൻ പറ്റില്ല. അപ്പൊ എന്നെ കൊണ്ട് സാറേ ലിസ്റ്റ് ഉണ്ട്, എവിടെ നിന്ന് അങ്ങനെ ഇരിക്കുന്നത്? ഇതല്ല, എഴുതപ്പെടുന്ന ഒരു ലിസ്റ്റ് വേണം. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആണോ? പറ്റുമോ? ഇല്ലേ? പറ്റും. അവിടെ നോക്കിയിട്ട് കാര്യമില്ല, അവരൊരു കാര്യമാണ്. ഇത് ഇവിടെ അവിടെ ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റണം. പറ്റും. ലിസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര പേര് ലിസ്റ്റ് എഴുതാൻ പറ്റും? അതും പറഞ്ഞില്ല. എത്ര പേര് ലിസ്റ്റ് എഴുതാൻ പറ്റും? ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞേ. എഴുതിയാൽ എഴുതുന്നത് ഞാൻ വിശ്വാസം 25 മെമ്പറാണ് സാറേ. സാറേ മെമ്പറാണ്. 10-100 പേര് കൊടുക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ലിസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തുന്നത് എത്ര പേരെ നിങ്ങൾ കുറിയടിക്കും? എത്ര കുറിയടിക്കും? കൊറോണയ്ക്ക് മുമ്പടിക്കുന്ന എത്രയായിരിക്കും? അത് അത്രയും നമ്മൾ അറിയാവുന്ന ആൾക്കാരല്ലേ? അതോ 1000 ലക്ഷമായിട്ട് പിണ്ടി വെച്ചേക്കുമോ? ആളുകളൊന്നും കൊടുക്കും. ചിലപ്പോൾ അത് കഴിയത്തില്ല, വീണ്ടും ഒഴിക്കും. അപ്പൊ ഈ 1000 പേരും പല്ലിയിക്കുന്നവരായിരിക്കും, കുടിക്കുന്നവരായിരിക്കില്ലേ? ഇവർ പേരെഴുതുന്നതിനാണ് ഞാൻ പറഞ്ഞത് റിട്ടേൺ ലിസ്റ്റ് എഴുതിപ്പോയി എഴുതാം. ഇനി പറയുന്ന പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ലിസ്റ്റ് എഴുതുന്നതിന് പഞ്ഞം കാണിക്കരുത്. കാര്യം എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു ഇന്റർപാർട്ണർ ബിസിനസ്സാണ്. നമ്മുടെ പാർട്ട്നേഴ്സ് ആരാണെന്നുള്ളത് ഇനിയാണ് സെലക്ട് വരുന്നത്. ലിസ്റ്റിൽ നിന്ന് നമുക്ക് വേണം, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ലിസ്റ്റ് ഒഴികെ ഒരു ലിസ്റ്റ് കൊടുക്കണം. നിങ്ങളായി പൂർവ്വം നോക്കിയപ്പോൾ വേണ്ട, ഫോണിൽ മൊബൈൽ എടുത്താൽ നമ്പർ നമുക്കറിയാവുന്ന അറിയാത്ത ഒരു നമ്പറില്ല. അതങ്ങ് എഴുതണം. പറയുന്നതിനകത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കരുത്. എഴുതാൻ പറഞ്ഞാൽ എഴുതിക്കണം. പറ്റുമോ? നാളെ നിങ്ങൾ അപ്ലൈ ചെയ്യിപ്പിക്കണം, കാണിക്കണം. പറയേണ്ട ലിസ്റ്റ് ഇതാണ്. ലിസ്റ്റ് എഴുതാൻ എളുപ്പ വഴി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ എഴുതിയാൽ മതി. FRIENDS ഫ്രണ്ട്സ്. FRIENDS എന്നിട്ട് ഓരോന്നും നോക്കണം. ഇത് F എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, R എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ്, ബന്ധുക്കൾ. അയലത്തുകാരെല്ലാം ബന്ധുക്കളാണെങ്കിൽ ശത്രുക്കൾ കൊണ്ടാവുകയും അവരെല്ലാം പറഞ്ഞ് പരിഗണിച്ച് വേണം എഴുതാം. അപ്പോൾ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇൻറ്റിമേറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻറ്റിമേറ്റ്, നമുക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം ഈ കാറ്റഗറി വരുന്ന ലിസ്റ്റ് വരുന്ന. E എന്ന് പറഞ്ഞ എംപ്ലോയീസ്. അടുത്തത് N എന്ന് പറഞ്ഞ നെയ്ബേഴ്സ്. D എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ്. S എന്ന് പറഞ്ഞ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതർ. ഇതിനപ്പുറത്തൊന്നും ഒരാളും ഇല്ല, എല്ലാവരും ഉൾപ്പെട്ടു. ഡോക്ടേഴ്സ് വന്നു, എംപ്ലോയീസ് വന്നു,
പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് മദർ സ്ട്രേഞ്ചേഴ്സ്. ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലിസ്റ്റ് എഴുതണം. ഇപ്പൊ ലിസ്റ്റിന് പറഞ്ഞില്ലേ എത്ര പേര് കാണി പറഞ്ഞത്? ഏകദേശം എത്ര പേര് മതി, ഒരു 15 പേരെ കയ്യിലിരിക്കണം. ഇതാണ് നമ്മുടെ പവർ. നോക്കി കമ്പനി തന്നെ നോക്കുന്നത് 50 രാജ്യങ്ങളിൽ കൂടുതൽ. നമ്മളൊരു 50 പേരെങ്കിലും കയ്യിലിരിക്കുന്ന നമ്മൾക്കൊന്ന് അപ്പൊ അത് വെച്ചും എഴുതാം, മൊബൈലിൽ വെച്ചെഴുതാം. നിങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോൾ അത്ര പേരുണ്ടാവും, ഇതെല്ലാം എഴുതാം. ഒരു ബുക്ക് എടുക്കണം, റിട്ടേൺ ലിസ്റ്റ്. ഇത് എല്ലാവരും കൊണ്ടും പറ്റും. പറ്റാത്ത പണിയാണെങ്കിൽ ഇപ്പോഴേ സ്ഥലം കാര്യമാകും. മൂന്നാമത്തത് കാര്യങ്ങൾ പഠിക്കണം. പഠിക്കാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഫ്രീ ആയിട്ട് കിട്ടുന്ന മീറ്റിംഗാണ്. ഫ്രീ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഉണ്ട്. മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ്, മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. മീറ്റിങ്ങും ട്രെയിനിങ്ങും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ വരാം, നിങ്ങൾക്ക് സൂമിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, വാട്സപ്പിൽ കിട്ടുന്ന മെസ്സേജുകൾ എടുക്കും. ഇതെല്ലാം നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ അറ്റൻഡ് ചെയ്യണം. മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. പറ്റുന്ന പണിയാണോ? സിസ്റ്റമോ പറയുന്നത് ഇത് നമ്മൾ ചെയ്താലേ നമ്മുടെ കൂടെ വല്ല അസുഖം നമ്മൾ പഠിക്കും, പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഓക്കെ. നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ അപ്ലൈൻ. കേട്ടോ, നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തി നമ്മൾക്ക് ഒരുപടി കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം അറിഞ്ഞത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത് അല്ലേ? അറിഞ്ഞില്ലെങ്കിൽ പറയുമ്പോൾ അപ്പൊ കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ അപ്ലൈനുമായിട്ട് നമ്മൾ ടച്ച് ചെയ്യും. ഡെയിലി അദ്ദേഹം ഒന്ന് വിളിക്കണം. പൈസ കൊടുക്കണോ? വേണ്ട. എന്ത് കാര്യങ്ങളും വിളിച്ച് പറയാം. നമുക്ക് നെഗറ്റീവ്സ് എന്തൊക്കെ അദ്ദേഹം വിളിച്ച് പറയണം. സാറേ എൻ്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ പറയുന്നത് വില കൂടുതലാണ് പറയുകയാണ്. സ്വാഭാവികമായിട്ട് പറയും. ഈ സാധനങ്ങൾ കാണുമ്പോഴേ അവർ നോക്കുമ്പോൾ 52 രൂപയോ സോപ്പ് കണ്ടിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ആരായിരിക്കും? അപ്പേ പറയും, സാറ് പറഞ്ഞു തരും. അവരെ കുഴപ്പമല്ല. അതിനകത്ത് ഗ്രേഡ് എഴുതിയിട്ടുണ്ട്. 76% TFM ഉണ്ട്. ആ TFM 76% ഉള്ള സോപ്പിന്റെ വില പുറത്താണെങ്കിൽ 670 രൂപയാവും. ഇത് നമുക്കറിഞ്ഞായിരുന്നു. അവർ ചോദിച്ചെന്താ? വില കൂടുതലല്ലേ, എന്താ ചോദിച്ചോളൂ. അതിന് മറുപടി ആര് പറഞ്ഞു? അപ്ലൈൻ. അപ്പൊ എപ്പോഴും അപ്ലൈനുമായിട്ട് എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ, നല്ല ബന്ധം, റിലേഷൻ. അദ്ദേഹം ചെയ്യുന്നത് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ്, വളർത്താൻ എന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നാളെ അപ്ലൈൻ ആകുമ്പോൾ നമുക്ക് ആ വില കിട്ടുപോകും. പറഞ്ഞ മനസ്സിലായ കൊടുത്താൽ കിട്ടും പറയാ ഇല്ല. അപ്പൊ നോക്കിയേ, നാലാമത്തെ കീപ്പ് ഇൻ ടച്ച് വിത്ത് അപ്ലൈൻ. കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ അപ്ലൈൻ. നമ്മൾ അപ്ലൈനുമായിട്ട് നല്ലൊരു ബന്ധം. അപ്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിചയപ്പെടുത്തിയ വ്യക്തി ആരോ ആവാം. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളാണ്. അത് വിചാരിച്ചാൽ മതി. ഒരിക്കലും നിങ്ങൾ തളരാൻ ഒരു കാര്യം പറഞ്ഞാൽ വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇല്ല അവിടുന്ന്. അതുകൊണ്ട് അദ്ദേഹമായിട്ട് എപ്പോഴും നല്ല ബോൾഡ് ബന്ധമായിരിക്കും. നല്ലൊരു ബന്ധം ഡെയിലി വിളിക്കണം. കമ്മ്യൂണിക്കേഷൻ വേണം. അടുത്ത ഒരു പോയിന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. വിളിക്കത്തില്ല, ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സെലക്ട് ചെയ്യും. നമുക്ക് എത്ര പേര് വേണോ അത്രയും പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. അതിന് പ്രസന്റർ എന്ന് പറയും. പ്രസന്റർ ആകണം, ഒരു നല്ല പ്രസന്റർ ആകണം. ഇന്ന് വരെ എനിക്ക് പറയാനും കാണാനും കേൾക്കാൻ അറിയത്തില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നമ്മൾ എന്ത് വേണം? പഠിക്കണം. ഏത് പഠിക്കണം? വെസ്റ്റീജിനെ കുറിച്ചാണെങ്കിൽ വെസ്റ്റീജിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. കേട്ടോ, അപ്പൊ നമ്മൾ ഓരോ ദിവസവും പറയുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് കിട്ടും. ഇതാണ് നമ്മുടെ അസറ്റ്. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബിസിനസ് കൂടും. ഇതെന്ന് വരെ ചെയ്യണം? നമ്മുടെ ബിസിനസ് എന്ന് വരെ നമുക്ക് വളർത്തണോ അന്ന് വരെ ചെയ്യണം. കേട്ടോ, അപ്പോൾ ബിസിനസ് വളരണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് വരണം. ഇനി ഞാൻ ഈ സിസ്റ്റം ചെയ്യുവാണ്, എൻ്റെ കൂടെ വരുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യും? സിസ്റ്റത്തിലേക്ക് കണക്കാക്കുകയോ ഇല്ലേ? അത് പഠിപ്പിക്കുകയോ ഇല്ലേ? അപ്പൊ എൻ്റെ ബിസിനസ് വളരുമോ അതോ തളരുമോ? അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. എൻ്റെ അസോസിയേറ്റ് ചെയ്യുന്നത് ആര് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അവർ ചെയ്യുന്നത് മാത്രം ഒന്ന് ക്വാളിറ്റി ചെയ്യുന്നതാണ്. എളുപ്പം കണ്ടോ? അപ്പൊ ഒരേ ദിശയിലേക്ക് എല്ലാവരും ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? തക്കം വളർന്നു. എളുപ്പമാണ്.
സ്പീഡിൽ വളരും. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയും. അതിന് വേണ്ട സെലക്ഷൻ ലിസ്റ്റ് ചെയ്ത് ഒരു 500 പേര് ലിസ്റ്റ് ഉണ്ട്. ഈ 500 പേരെ നമ്മൾ കാണും. നമുക്ക് ആവശ്യമുള്ള 8 പേരുണ്ട്. ഒരു 8 പേര്. ഈ 8 പേരെ 500 പേരിൽ നിന്ന് കണ്ടെത്താൻ എളുപ്പമാണോ അല്ലേ? അപ്പൊ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സെലക്ഷൻ ഇന്ന ആള് കൊള്ളാം, നല്ല ക്വാളിറ്റി, ഞാൻ പറഞ്ഞ എന്റെ കൂടെ നിൽക്കും, ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, കാർ വേണം, ടൂർ പോകണം, ആഗ്രഹം, അങ്ങനെയുള്ള 8 പേരെ സെലക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ലിസ്റ്റ് എഴുതി 8 പേരെ സെലക്ട് ചെയ്യാൻ എത്ര സമയം വേണം? ഒരു 8 പേരെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയമാണ്? ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് ഇവിടെ വന്നു. നമുക്കൊരു 8 പേര് വേണം. 8 അല്ല, നമുക്ക് എത്ര വേണമാവാം. ഞാൻ പറഞ്ഞൊരു അടിസ്ഥാനപരമായിട്ട് 8 പേരെ നമുക്ക് വേണം. ഈ 8 പേരെ നമ്മളെ ലിസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ എത്ര സമയം? എന്തോ സാറേ 8 പേരെ കൊണ്ട് 100 പേര് ജയിച്ച ആളാണായിരിക്കുന്നത്. ചെയ്യുന്ന ആൾക്കാർ മുന്നിലിരിക്കുക, പിന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യും വളർത്താൻ പോലെ മാഡത്തിന് കഥയുണ്ട്, ഞാൻ ചെയ്ത് കണ്ട ധൈര്യമായിട്ട് പറ്റില്ല. പക്ഷെ സരിതയിലേക്ക് വന്നാൽ ഞാനിത് പറയുന്നത് ഇവരൊക്കെ വളരെ അറിയാം. നോക്കിയേ, ഈ 8 പേരെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അവർക്ക് എത്ര സമയം വേണമെന്ന് അവർക്ക് ഐഡിയ കൊടുക്കണം. അവർക്ക് അറിയില്ലെന്നൊന്നും പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ മാഡത്തിന് 8 അസോസിയേഷൻ ഉണ്ട്. ഞാൻ 2 കണക്ക് പറഞ്ഞില്ല. നമ്മളിത് വന്നു 8 പേരെ കൊണ്ട് ഞാനത് കറക്റ്റ്. ഈ 8 പേര് സിസ്റ്റത്തിലാണ്. അതിച്ചിരി ബുദ്ധിമുട്ടാണ് സിസ്റ്റത്തിലാക്കാൻ. കഴിഞ്ഞ മനുഷ്യന്റെ മനസ്സാണ് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്ക്. ഒരു വീട്ടിൽ കുടുംബത്തിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 സ്വഭാവം. അതിന് ഈ 8 പേരെ നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ച് കൊണ്ടുപോകണം. പക്ഷെ അവരെ ആഗ്രഹം എല്ലാം ഇതിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തായി സക്സസ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 8 പേരെ സിസ്റ്റത്തിൽ വന്നാൽ അവരും എന്ത് ചെയ്യും? കൊണ്ടുവരും. അപ്പൊ രണ്ടാമത് എത്ര പേര് വരും? ഇതാണ് മൾട്ടിപ്ലക്സ് ബിസിനസ് നോക്കുന്നുണ്ട്. ഈ 64 പേര് എങ്ങനെയുള്ളവരായിരിക്കും? സിസ്റ്റം പാർട്ണേഴ്സ് ആയിരിക്കും. സിസ്റ്റം അവരെ മുന്നിൽ വേറൊന്നുമില്ല. എന്താ പറയുക, പ്രോഡക്റ്റ് എല്ലാ മാസവും അവരെ ഇനി വിളിച്ചു പറയത്തില്ല. പ്രോഡക്റ്റ് ഉപയോഗിക്കും. 1 സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കും. 2 റിട്ടേൺ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അവരെ ബന്ധുക്കളെ, നമ്മളെ ബന്ധുക്കളെയല്ല, അവരെ ബന്ധുക്കളുടെ പേര് എഴുതി. അപ്പൊ റിട്ടേൺ ലിസ്റ്റ് ഉണ്ടാവും. 3ാമത് മീറ്റിംഗ് ട്രെയിനിങ് അവരെ അന്വേഷിച്ച് പോയി കഴിയും. നമ്മളെ പോലും അറിയിച്ചിട്ടില്ല. മീറ്റിംഗ് ഉണ്ടോ, യൂട്യൂബിലുണ്ടോ, അത് കേൾക്കും. അപ്പൊ 1, 2, 3 കാര്യം ചിട്ട. 4 അപ്പുലിയുമായിട്ട് എപ്പോഴും ഒരു ബന്ധം. 5 കൊണ്ടുവരുന്ന ആൾക്കാരെ സിസ്റ്റം പഠിപ്പിക്കും. ഇത് തിരിച്ചു മുറിച്ച് ഡെയിലി ചെയ്യും. എത്ര നാളെ? 90 days, 90 ദിവസം. 3ാമത്തെ കണക്ക് പറഞ്ഞു. ഇത് 1 ആയി, 2 ആയി, 3. നമ്മുടെ വളർച്ച എവിടെ പോകുന്നറിയാം? എത്രയായി? നിങ്ങൾ എവിടെ എത്തിയെന്നറിയാമോ? ഒരു മിനിമം 100 പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപ വരുമാനമാണ് ആ മാസം. മിനിമം 2 ലക്ഷം രൂപ വരുമാനം. ഞാൻ പറഞ്ഞേ, ഇതിന് ഇഴഞ്ഞ് പോയാൽ നമ്മൾ എങ്ങും എത്തൂല. ആമയും മുയലും പോകണം, ഓടി പോകണം, ഈ സ്പീഡിൽ പോകണം. അതിനെന്ത് വേണം? 90 ദിവസം പറഞ്ഞാൽ ഒരു ജന്മം പോകും. 3 മാസം എണ്ണി പറഞ്ഞ് ചെയ്യണം. നമ്മൾ എത്രമാത്രം സീരിയസ് ആണോ അതുണ്ട്. 3 മാസം വേണ്ടുന്ന ലൈഫ് എൻജോയ് ചെയ്യാം. ഇവിടെ പല ലീഡേഴ്സും ഇതല്ല അവർ ചെയ്തത്. അവർ ഒരുപാട് നോളജിന് വേണ്ടി അവർ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നോളജ് വളരെ നിസ്സാര സംഭവം, സിസ്റ്റം. ഇത് നമ്മൾ ഓരോ പോയിന്റ് പഠിക്കാൻ ഓരോ സ്ഥലങ്ങളിലാണ് പോയത്. ഇതെല്ലാം കൂടെ ക്രോഡി ചെയ്തെന്ന് വെച്ച് ഞാനിപ്പോൾ വന്നത് ഇത് ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റ് ഉപയോഗിക്കണം, വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 100% പ്രോഡക്റ്റ്. 2 ലിസ്റ്റ് മസ്റ്റ്. 3 നമ്മൾ ചെയ്യേണ്ടത് കാണാതെ പഠിക്കണം. ഇത് മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ഇത് ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ വരുന്ന 8 പേരും ഇത് മനസ്സിലാക്കണം. 4 അപ്ലൈനായിട്ട് നല്ല ബോണ്ടിങ് ബന്ധം. 5 നമ്മൾ നല്ലൊരു പ്രസന്റ് പറയണം. ഇന്നലെ വരെ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, പക്ഷേ ഇവിടെ സംസാരിച്ചേ പറ്റും. ചേഞ്ച് കണ്ട നമ്മളിലുണ്ടാകുന്ന ചേഞ്ചാണ്. അങ്ങനെ ചേഞ്ച് ആക്കുന്നുണ്ടോ? ഇങ്ങനെ എത്തുന്ന വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ല, മിനിമം 2 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഇന്ന് ഇരിക്കുന്ന അവസ്ഥ ഇരിക്കുമോ?
കാർ ഫണ്ട്, ടൂർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ബോണസ്, ഓക്കെ അല്ലേ? ഇത് ഇത്രയും കൂടെ നമ്മുടെ കയ്യിൽ, നമ്മുടെ കൂടെ വരുന്നവർക്ക് ഇത് കിട്ടാതിരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 4ാമത്തെ മാസം നമുക്ക് ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വരുമാനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആളിന്റെ എണ്ണം എത്രയായി? സമയത്ത് ഇത് പോകുന്ന സമയം ഇനി നിജപ്പെടുത്തിയാൽ മതി. അതിനാണ് ഞാൻ പറഞ്ഞ സിസ്റ്റം ചെയ്യുന്നത്. നമുക്കൊരു 8 പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു 8 പേരെ സിസ്റ്റം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിക്കൂടെ? പറ്റൂ. പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. ഇല്ല ഇവിടെ കൊണ്ടിരുത്ത് നമ്മൾ കൊണ്ടുപോകും. ആഴ്ചയിൽ 1 2 അടുത്ത ഞായറാഴ്ച സാറേ അടുത്ത ഞായറാഴ്ച അല്ല അടുത്ത ഞായറാഴ്ച സാറ് വരാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കാം. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ റെഡി. നമുക്ക് ശരിയാക്കാം. കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് സിസ്റ്റം ഫാർമേഴ്സിന് ക്രിയേറ്റ് ചെയ്യാം. അത് ഒരാൾ വന്നോ സിസ്റ്റം, 2 ആൾ വന്നോ സിസ്റ്റം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വരുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കൂടെ കൂടുമ്പോഴാണ് നമ്മൾ എന്താകുന്നത് സിസ്റ്റമാറ്റിക്. മിനിമം ഒരു 10 ലക്ഷം രൂപയുടെ വരുമാനം. അതിന് ഇവർക്ക് ഈ 8 പേർക്ക് 2 ലക്ഷം രൂപയായി. നമ്മൾ അപ്ലൈ വാങ്ങിക്കും 8 ലക്ഷം. നമ്മളെ ജോബ് ഞാൻ വയ്ക്കട്ടെ. 2 ലക്ഷം കിട്ടുമ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നത്? 2 ലക്ഷം കിട്ടുമ്പോൾ പറയും ഇതൊന്നും തികയുന്നില്ലെന്ന് പറയാം. തീർച്ചയായിട്ടും പറയും. അപ്പൊ ഇപ്പോഴേ ചിന്തിക്കേ. ഇനി ഇതിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാഗം ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. നിങ്ങളെല്ലാം ലീഡർഷിപ്പിലേക്ക് പോകുമ്പോൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് വന്ന എന്തിനു വേണ്ടിയാണ്? വിജയിക്കാൻ. അല്ല, ഒറ്റവാക്കി പറഞ്ഞാൽ വിജയിക്കാൻ. ഏറ്റെടുക്കുന്ന കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്ത് വിജയിക്കണം. അതിനാണ് വന്നത്. വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മന്ത്രമുണ്ട്, വിജയമന്ത്രം. അത് ഇതുപോലെ ഇരിക്കും. കണ്ടോ? ഇതാണ് വിജയമന്ത്രം. അതിൽ മുഖ്യമായിട്ട് സക്സസ്. ഇതാണ് സക്സസ്. ഇത് നടുക്കിരിക്കുക സക്സസ്. പക്ഷെ 3 കാര്യം ചേരണം. ഒന്ന് കമ്മ്യൂണിക്കേഷൻ. ഈ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംവാദത്തിനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പരസ്പരം നമ്മൾ ഇവിടെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് പറയാതിരിക്കാൻ പറഞ്ഞേ പറ്റൂ. അങ്ങനെ ശീലമില്ലെങ്കിൽ ശീലിക്കണം. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഞാൻ ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. 2ാമത് നോളജ്, അറിവ്. നോളജ്, അറിവ് വേണം. നിൽക്കുന്ന മേഖല എന്താണെന്നും ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഡെയിലി അറിവ് അപ്ഡേറ്റ് ചെയ്യണം. 3ാമത് ആക്ഷൻ, പ്രവർത്തി, ആക്ഷൻ. ഇത് 3 ഒത്തുചേരുമ്പോൾ ഇതിന് വരും സിസ്റ്റം. ഇതെങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടാലും 4 കാര്യം വന്ന് വീട്ടും. അതെങ്ങനെ നോക്കിക്കേ. കമ്മ്യൂണിക്കേഷൻ. ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം? അപ്പ് ലൈൻ വേണോ? ഡൗൺ ലൈൻ വേണോ? അപ്പൊ നമ്മൾ ഏത് ലൈനിൽ നിൽക്കുന്നു ആ ലൈനിൽ മുകളിൽ താഴെയൊക്കെ വരും. അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം. കേട്ടോ? എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്ത. പ്രോഡക്റ്റ് വില കൂടുതലാണോ? എനിക്ക് വില കൂടുതലല്ല. കാര്യം എന്താ? ഇതിന്റെ അനുഭവം ഞാൻ എടുക്കാൻ പോവാ. അവസരമാണ്. പ്രോഡക്റ്റ് അല്ല എൻ്റെ മുമ്പിൽ. 2 ലക്ഷം രൂപ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് വില കൂടുകയോ ഇല്ലേ? ഇന്ന് പെട്രോളിന് 100 രൂപയ്ക്ക് വെള്ളം അല്ലേ? സാമ്പത്തികം കൂട്ടിയാൽ പോലെ വില കുറഞ്ഞില്ലേ? അതല്ലേ ചിന്തിക്കേണ്ടത്. അതല്ല കരഞ്ഞോണ്ടിരിക്കുക. ഇനിയും കൂടും, പിന്നെയും കരയും. ഒരു രക്ഷയില്ല. സാമ്പത്തികം കൂട്ടാൻ നമുക്ക് വില വിഷയമല്ല. ഇത് തന്നെ അവിടെ ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിനകത്തൊന്നും കമ്മ്യൂണിക്കേഷൻ, കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻ വേണം, നമ്മൾ പറയുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. 2ാമത് നോളജ്. അറിവില്ലാതെ പറയാൻ പറ്റുമോ? അപ്പോൾ നോളജ് വേണം. അത് എവിടുന്ന് കിട്ടും? മീറ്റിംഗ് ട്രെയിനിങ്. കേട്ടോ? മീറ്റിംഗ് ട്രെയിനിങ് അത് മനസ്സിലായോ? ഇനി അപ്ലൈനിൽ ബന്ധപ്പെട്ടാലും കിട്ടും. അപ്ലൈൻ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യും. അത് നോളജാണ്. ഇനി നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ടോ അത് കിട്ടുന്നതേ കൊടുക്കാൻ പറ്റും. അപ്പൊ ഡെയിലി എന്തുകൊണ്ട് നോളജ് നമ്മൾ എടുക്കണം. നോളജ്, ആക്ഷൻ. ഇത് 3 ഒത്തുചേർന്നില്ലെങ്കിൽ ഇത് കിട്ടും. അപ്പൊ സക്സസ് ആണ് പ്രതീക്ഷയെങ്കിൽ ആക്ഷൻ, പ്രവൃത്തി. ഏതൊക്കെ വേണം? പ്രോഡക്റ്റ് വാങ്ങേണ്ട എന്നെ ജോലി ചെയ്യുക.
ആക്ഷനാണ്. രണ്ടാമത് റിട്ടൺ ലിസ്റ്റ് ഞാൻ ചെയ്യണം. വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ ചെയ്യണം. ആക്ഷൻ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അതാണ് ചെയ്യണം. ഒരാളെ പുതിയതായിട്ട് വിടാൻ പറ്റുമോ? ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ പോകും. കേട്ടോ? അപ്പൊ ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ്. നാലാമത് അപ്ലൈനെ വിളിക്കണം, ഞാൻ വിളിക്കണം. ഈ ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ്. അതാ ഞാൻ പറഞ്ഞു, എല്ലാത്തിനും പറ്റുന്ന ആക്ഷൻ. അടുത്തത് പ്രസന്റ് ചെയ്യണം. ആരെ ഏതാണ് വിടാൻ പറ്റുമോ? പറ്റുമെങ്കിലും നമ്മൾ തന്നെ ഇത് ചെയ്യണം. നല്ല പ്രസന്റേഷൻ ഉണ്ടാക്കണം. ആക്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നോളജ്, ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്ന് ഒത്തു വന്നാലേ സക്സസ് ഉറപ്പാക്കാൻ പറ്റും. ഇതിലെന്തെങ്കിലും തടസ്സം വന്നാൽ നീണ്ടുപോകും. കേട്ടോ? നമുക്ക് ആക്ഷൻ ഇല്ല. ഡെയിലി ചെയ്യേണ്ട ആക്ഷൻ വേണം. ഡെയിലി എത്ര പേർക്ക് നമുക്ക് പ്ലാൻ കൊടുക്കണം? അത് തലേന്ന് പ്ലാൻ ചെയ്യണം. പിന്നെ നമുക്ക് 90 ദിവസം നമ്മളിന്റെ നാടാ 1, 2, 3 90 ദിവസം 2 ലക്ഷം. ഈ 3 കാര്യങ്ങൾ 2 ലക്ഷം നിങ്ങളെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണം. പിന്നെ അവിടെ വെച്ചടി 4 ലക്ഷം, 8 ലക്ഷം, 16 ലക്ഷം അങ്ങനെ വാങ്ങുന്ന ആൾക്കാരോട് അത് മനസ്സിലായോ? ഇതിന്റെ കൂടെ ആരൊക്കെ വരും? കാർ വരും, ടൂർ വരും, LIC ക്ലബ് ബോണസ് വരും. ഇതെല്ലാം തനിയെ വന്നോളും. ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് സിസ്റ്റം. ഇതിലൂടെ പറ്റൂ. കാര്യം ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ബിസിനസ്. പല വഴി പോകുന്ന ആൾക്കാരാണ്. പല വഴിയുടെ ഒറ്റ വഴി പോകുന്നത്. അതാണ് സിസ്റ്റം. അത് മനസ്സിലായി. ഞാൻ ഇന്ന് രാവിലെ പോലെ വൈകുന്നേരം പറയുമ്പോൾ സിസ്റ്റം പറയും. കാര്യം എന്താ? സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യും. ഇത് നമ്മൾ തിരിഞ്ഞു പോയ വർക്ക് ചെയ്യത്തില്ലത്. സിസ്റ്റം എത്രമാത്രം നമ്മൾ സ്ട്രോങ് ആണോ അത്രയും വർക്ക് നമുക്ക് ഈസിയാവും. അത്രയും വർക്ക് നമുക്ക് ഇല്ലെങ്കിൽ എല്ലാവരും ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. ഞാൻ പറഞ്ഞുതരാം. മാഡത്തിന് നമ്മുടെ 8 പേരുണ്ട്. ഈ 8 പേര് ഇന്ന് ഇവിടെ വന്നിരുന്ന ഈ കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ 8 പേര് മാഡത്തിന് വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നത് എന്തിനായിരിക്കും? കാര്യങ്ങൾ നോളജ്. അത് ചെയ്യുമ്പോൾ ഇത് കിട്ടുമോ? ഇത് ചെയ്യുമ്പോൾ അത് വരും. ഇതൊക്കെ ചോദിക്കാനാണ് വിളിക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യം ഇവിടെ പഠിപ്പിച്ചു. മാഡത്തിനും പറയാം സിസ്റ്റത്തിലാണ് സംഭവം കൈവിട്ട് പിന്നെ ചോദിക്കത്തില്ല. അതിലാണെങ്കിൽ അത് എവിടെ ആവും? ഇവിടെ ആവും. തനിയെ വരും. ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് ചെയ്യേണ്ട എന്താ? ഹാർഡ് വർക്ക് അല്ല, പ്ലാൻ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ മാട് വർക്ക് ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഒരുപാട് വർക്കാണ്. നമ്മളെ കണ്ടോണ്ടാണ് വേണ്ടത്. നമ്മൾ ഇവിടുന്ന് എണ്ണയും ചുമന്ന് അവിടെ ചിലപ്പോൾ തൊലിച്ച് ഇത് കാണുന്ന ചെയ്യോ നമ്മൾ എൻജോയ് ചെയ്യും. വളരെ ഹാപ്പി. ഇല്ല എന്ത് ചെയ്താലും ശരിയാണ്, വളരെ ഹാപ്പി. പറയുന്നതിന് സന്തോഷം, പ്രവർത്തിക്കുന്നതിന് സന്തോഷം. ഇന്ന് ഞാൻ അവിടെ പോയി ഹാപ്പി. അത് കേൾക്കുന്നത് സിസ്റ്റത്തിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യും. നമ്മളൊക്കെ എണ്ണ വെച്ചിട്ടാന്ന് പറയത്തില്ല. ഇതില്ലെങ്കിൽ ഇതെല്ലാം ചുമന്ന് നമ്മുടെ 8 വീട്ടിലുണ്ട്. ഇതെല്ലാം അതുകൊണ്ട് സിസ്റ്റം അവരവരെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇത് മുന്നോട്ട് പിടിച്ച് കാണാൻ പഠിക്കണം. എപ്പോൾ പിടിച്ചു വെച്ചാൽ 1 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. കേട്ടോ? 2 റിട്ടൺ ലിസ്റ്റ് മസ്റ്റ്. 3 മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. 4 അപ്ലൈന് വേണ്ടി നല്ലൊരു ബന്ധം ബോർഡിംഗ് ആണ്. 5 കാര്യമുണ്ട്. 5 നല്ലൊരു പ്രൊഫസറാണ് പറഞ്ഞു കൊടുക്കാൻ. ആരെ കിട്ടിയാലും തിരിച്ചിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യമേ പറഞ്ഞ പോയിന്റുകൾ ഇത് നിങ്ങൾ പറയും തോറും നമ്മൾ കൂടുതൽ പഠിക്കും. എക്സ്പീരിയൻസ് കൂടും. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് കൂടുതൽ വെച്ചാൽ നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോഴായിരിക്കും ഇതുകൂടെ കരുതുന്നത്. ഈ 3 കാര്യവും ഈ 5 കാര്യം ഇത് തന്നെയാണ്. ഇത് 2 കൂടെ ഒരുമിച്ച് വെക്കുന്നത്. ഞാൻ പറഞ്ഞ ഇതൊന്ന് ചുരുക്കിയതാണ് സക്സസിലേക്ക്. ഇനി ഒരുപാട് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ലീഡർഷിപ്പിലേക്കുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ്. ലീഡർഷിപ്പ് ട്രെയിനിങ് കിട്ടുമോ? ഇനി നമ്മൾ ഇത് എങ്ങനെ ആക്കി എടുക്കുക എന്നുള്ളത് അവരവരുടെ കയ്യിലാണ്. ആശയമാണ്. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത്. കമ്പനിക്ക് ഒരു ഐഡിയ ഉണ്ട്, അത് നമുക്ക് തന്നു. നമ്മുടെ ഐഡിയ വേണം ഇതിനകത്ത് നോക്കണം. അത് സിസ്റ്റം തന്നെ. ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. കാര്യം അത് കുറച്ചുകൂടെ ലളിതമാക്കാണ്. നമ്മൾ പറയുന്നില്ല കടുപ്പമാണെങ്കിൽ മൂന്നിൽ പാല് ഒഴിച്ചാൽ മതി. കുറച്ചുകൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേണം. ഇത് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ വ്യക്തിക്ക് 8 പേരിലേക്ക് ഷെയർ ചെയ്യണം. ആ പ്രയാസം ഇപ്പോൾ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ പോകുന്നതിനുണ്ട്. ഇല്ലെങ്കിൽ തീരുമാനം എടുക്കണം. എൻ്റെ 864 എന്താവും? ഇന്നൊരു തീരുമാനം എടുക്കണം. സാറേ എൻ്റെ 8 ഇത് 64 അടുത്ത ആഴ്ച കാണാം. അതാണ് ബിസിനസ്. കണ്ടോ? ഇനി സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് സാറേ ഈ ഫാസ്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുത്തേ മനസ്സിലാക്കി. ഈസി മെത്തേഡ് ചെയ്യാൻ പറ്റില്ല.
സിസ്റ്റം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം കാണാൻ പറ്റും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് സിസ്റ്റം ആദ്യം പറയും. ആരായാലും എവിടെ ആയാലും ഞാൻ അവിടെ വന്നാൽ അവിടെ പറയും. പഠിച്ചോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ അവിടെ ഉണ്ട്, വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാം പറയുന്നു. ഞങ്ങളിത് പാലിക്കുന്നതാണ്. ഞാൻ ഡെയിലോട് ലിസ്റ്റ് ഡെയിലി പോകുന്നു, കാണുന്നു, കേൾക്കുന്നു, എൻജോയ് ചെയ്ത് ചെയ്യും. ഒരു ടെൻഷനും മനസ്സിൽ വെക്കരുത്. വീട്ടിലെ പ്രയാസം എടുക്കുമ്പോൾ ഒന്ന് മീറ്റിംഗ് എടുത്ത കാര്യങ്ങളാണ്. അപ്പം എൻജോയ് ചെയ്യും, ഹാപ്പി ആയിരിക്കും. നോക്കിക്കേ, പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഫാസ്റ്റ് ആർട്ട് 8%, ഈസി മെത്തേഡ്. ഫാസ്റ്റ് ആർട്ട് 8%. അതായത് നമ്മൾ പെർഫോമൻസ് ബോണസിനാണ് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. അവിടെ മുതലാണ് പോയിന്റ് വരുന്നത്. കമ്പനി നമുക്ക്, നിങ്ങൾ ഒരു കുറച്ച് അറിയാവുന്നത് ഞാൻ പറയുകയാണ്, കമ്പനി നമുക്ക് തരുന്നത് ഒരു 8% എത്താൻ, നോർമലായിട്ട് 8% എത്താൻ നമുക്ക് എത്ര PV വേണമെന്ന് അറിയാം? മിനിമം 600 പോയിന്റ് വേണം. മിനിമം 600 പോയിന്റ്. ഇത് പല മാസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 8% എത്തുന്നത്. 5% 8% എത്തുന്നത്. അപ്പോൾ തുടക്കത്തിൽ 5%, അത് കഴിഞ്ഞാൽ 8%, അത് കഴിഞ്ഞാൽ 10%, അത് കഴിഞ്ഞാൽ 11%. ഈ 11% ആകുമ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഡയറക്ടർ. ആ മാസം നമുക്ക് 2000 പോയിന്റ് വേണം. അത് മാർക്കറ്റിംഗ് പ്ലാന്റെ ഒരു രീതിയാണ്. ഇവിടെ 8%ലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 8% തരുന്നത് കമ്പനി അവർക്ക് അഡീഷണൽ പരിഗണന കൊടുക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ 8%-ൽ എത്ര പോയിന്റാണ് നമുക്ക് വേണ്ടുന്നത്? സാധാരണ 600 പോയിന്റ് മിനിമം വേണം. 600 പോയിന്റ് മുകളിലുണ്ടെങ്കിൽ 8% എത്തും. എന്നാൽ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ 5% നിൽക്കുന്ന ഒരു വ്യക്തിക്കോ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതിന് ഫാസ്റ്റ് ആയിട്ട് 8% എന്ന് പറയും. ഫാസ്റ്റ് ആയിട്ട് 8%. അവർക്ക് ചെയ്യേണ്ട PV എത്രയാണെന്നറിയോ? നേരെ പകുതി മതി. കേട്ടോ, നേരെ പകുതി മതി. അവർക്ക് കുറച്ചുകൂടെ ലളിതമാക്കി കൊടുത്തു. 600 ചെയ്യുന്നിടത്ത് 300 പോയിന്റ് ചെയ്താണ്. 300 വേണ്ട, 282 ചെയ്ത് ഞാൻ റൗണ്ട് ചെയ്ത് 300 പോയിന്റ് ചെയ്താണ്. അല്ലേ? അപ്പൊ 300 പോയിന്റ് 600 ചെയ്യേണ്ടത് 300 ചെയ്യണം. എളുപ്പമായതാ? 600 ആണോ 300 ആണോ? 300. എളുപ്പമായതാ? 300 ആണോ 600 ആണോ എളുപ്പം? 300. അപ്പൊ എളുപ്പമുള്ളത് ചെയ്താൽ കുറച്ച് കൂടുതൽ ഇൻകം കിട്ടും. അതാണ് ഡബിൾ ബെനിഫിറ്റ്. കാര്യം 5 2 നിൽക്കുന്നത് നേരെ 8 കിട്ടും. അപ്പൊ ഡബിൾ പ്രൊമോഷൻ, പകുതി PV, ഒപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവർക്ക് കമ്പനി ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. 750 ഒരു വൗച്ചർ കൊടുക്കും. കിട്ടിയോ? നേരത്തെ കിട്ടി. ഇത് നമ്മൾ കൂടെ പഠിക്കാം. നോക്കി, ഇവർക്ക് ഒരു 250 ക്യാഷ് ടോട്ടൽ ചെയ്യേണ്ടത് എന്താ? അവര് വരിക, എവര് വഴി എത്ര പേരെ കൊണ്ടുവരുന്ന വിഷയമില്ല. 8 പേര് 6 പേര് അവരെ സൗകര്യം പറയാം. ഈ വരുന്നവരെ എല്ലാവരും കൊണ്ടൊരു 300 പോയിന്റ് ജയിച്ചാൽ മതി. ഇവരെല്ലാവരും കൂടെ ചേർന്ന് മൊത്തത്തിൽ ഒരു 300 പോയിന്റ് വന്നാൽ ആ മാസം അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനമാണ്. ഒറ്റ പ്രാവശ്യം കിട്ടും. ഒറ്റ പ്രാവശ്യം കിട്ടും. 8% കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിട്ടു. അതുകൊണ്ട് കഴിയുന്നത് ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ആശയം എന്താണ്? ഫാസ്റ്റ് ആർട്ട് 8%. ഗുണം എന്താണെന്നറിയാം? നമ്മളൊരു അച്ചീവറെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ കൂടെ വന്ന വ്യക്തിക്ക് ഒരു വരുമാനം മേടിച്ചു കൊടുക്കുക. ചെറുതോ വലുതോ എന്നുള്ളതല്ല. ഈ 750 രൂപ വൗച്ചർ ഒരു 10,900 രൂപ പ്രവർത്തി, ഒരു 250 അക്കൗണ്ട് ചെയ്തു. ഇത് നല്ലതോ മോശമോ? വളരെ ഹാപ്പിയാണ്. കാര്യം നമ്മുടെ കൂടെ വന്ന് 7,500 പോകുന്നതിനേക്കാൾ നല്ലത് ഒരു 300 പോയിന്റ്, ഒരു 100 പോയിന്റ് നമ്മൾ ചെയ്തു. 2 പേരെ കൊണ്ട് 100 ജയിച്ചാൽ 300. ഇനി നമ്മളൊരു 60 70 എത്ര ചെയ്തു, അതിൻ്റെ ബാലൻസ് ബാക്കിയാണ് എത്ര പേരെ കൊണ്ട് നമുക്ക് ചെയ്യാം, അതും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം പറയാം. ഈ മാസം എത്ര പേര് വരുന്നു, അടുത്ത മാസം ഡബിളാവും. അപ്പൊ 8 പേരെ കൊണ്ട് ഈ മാസം ചെയ്യിക്കുകയാണെങ്കിൽ 64 പേരെ കൊണ്ട് അടുത്ത മാസം ചെയ്യിക്കാൻ വിശ്വസിച്ചു കേട്ടോ. അപ്പൊ 8 പേര് ആർക്ക് ചെയ്യാൻ? 8 പേരെ ഇവിടെ 8 പേരെ നമ്മൾ 8ന്റെ പണിയാണല്ലേ. നന്നായിരിക്കും. അപ്പൊ ഇനി നമുക്കൊരു തീരുമാനം എടുക്കാൻ പിരിയാം. നോക്കിക്കേ, വളരെ സന്തോഷമായിട്ട് നമുക്ക് ഇപ്പൊ 8 പേര് ഇല്ലാത്ത ആളുടെ നിങ്ങളെല്ലാവരും ഒരേ യൂണിയില്ല കേട്ടോ. ഈ സിസ്റ്റത്തിൽ പോകുന്ന പോലെ സിസ്റ്റമായിട്ട് കേട്ടുന്നുണ്ട്. അതിന് ഒരപ്പില്ല, 9 ഇല്ല, അതിന് കുറവുമില്ല. നോക്കിക്കേ, എളുപ്പം എന്താണെന്നറിയാം? നിങ്ങൾ 3 പേരോട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 3 പേർക്ക് 1 2 3
ഇപ്പൊ വന്നിരിക്കുന്ന 3 പേര് നിങ്ങളുടെ അപ്പനെയും ഉണ്ട് സംഭവിച്ചു. അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരുന്നില്ലേലും ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇനി അദ്ദേഹത്തിന് ഉണ്ട് 5 പേരെ ഉണ്ട്. അതിനുകൊണ്ട് ഇതുപോലെ ഗുണമെന്താണെന്നറിയാം. ഒരു 8 ഒന്നാമത്തത് 8 വന്നു, രണ്ടാമത്തത് 8 64 വരും. ഈ 8ന്റെ 8 വരുന്നത് 64 കണ്ടോ, 64 വരും. നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പൊ മാഡം ഇവിടെ നിൽക്കാൻ പറ്റും. മാഡം ഇവിടെ നിൽക്കുമോ? മാഡത്തിന്റെ 8 കറക്റ്റായി. മാഡത്തിന്റെ ലക്ഷ്യം എന്താ? ഈ വന്നിരിക്കുന്ന 8 പേർക്ക് കൊണ്ടുവരണം. അവരുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ 64 വരും. അടുത്ത വരുന്ന എത്രയായിരിക്കും? 550. ഇത് വരുന്നവരെ ഓർമ്മ പിന്നെ ആവശ്യമില്ല. ഉറക്കം പോയി കിടക്കുക. ഉറക്കം കെടുത്തെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഉറക്കം കിടക്കണം. ഇത് നേടിക്കഴിയുമ്പോൾ നിങ്ങൾ 10 വരെ ഉറങ്ങും. ആ ഏരിയ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈസിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തുഴയും. സത്യമാണ് ഞാൻ പറയുന്നത്. ലിസ്റ്റിലെ ഞാൻ പറഞ്ഞില്ലേ 3 പോയിന്റ് 5 പോയിന്റ് ഇവിടെ പറഞ്ഞു. ആ 5 പോയിന്റ് കയ്യിലുണ്ടോ? ഇവിടെ ആഗ്രഹമുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലേക്ക് കിട്ടും. വന്നപ്പോഴേ ഇത് കിട്ടി. ഞാനിത് 5 വർഷം എടുത്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. 8% ഇപ്പോഴേ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇനി വരുന്നവർക്ക് നിങ്ങൾക്ക് സ്പീഡ് കൊടുക്കുക. ഞാൻ 5 വർഷം എടുത്ത് നിങ്ങൾക്ക് 5 മാസം കൊണ്ടുണ്ടേ കയറി വന്നാൽ 8ആയി. അടുത്ത ആഴ്ച തന്നെ 8. സൂപ്പർ. ഇനി 64ആണ്. അടുത്ത ആഴ്ച സാർ പോകുമ്പോൾ 64ആണ്. അവരെ ഫോട്ടോ കണ്ടായിരുന്നോ? വീഡിയോ കണ്ടോ? അവരെ കൂടെ ഒരു 3-4 പേര് കാർ മേടിച്ചത് കണ്ടോ? ഇത് വേറെ പോലെ ഇത് നമ്മളെ മലപ്പുറത്താണ്. നമുക്ക് ഇവിടെ വേറെ മലപ്പുറമാണ്. ഇവിടെ ആക്കുന്നത് അല്ല സാറേ, ആദ്യത്തെ കാറ് വാങ്ങിക്കുന്നവർ വരെ രണ്ടുപേരാണ്. അല്ല തീരുമാനം നിങ്ങൾ എടുക്കുക. കാറ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സിസ്റ്റം വഴിയേ വരൂ. അല്ലാതെ ഞാൻ കാർ മേടിച്ച് വെച്ച് വീട്ടിൽ ഇരുന്ന കാർ വരുമോ? സിസ്റ്റം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉറക്കം കിടക്ക്. പിന്നെ നിങ്ങൾ ഉറക്കം എപ്പോഴായിരിക്കും? കുറെ പേരുടെ ഉറക്കം പോകുമ്പോൾ നമ്മൾ വഴി കുറെ പേരുടെ ഉറക്കം പോകുമ്പോൾ അത്രയായിരിക്കും നമ്മളെ ലക്ഷ്യം. അപ്പൊ അത് നേടാൻ എടുക്കുന്ന സമയം നിജപ്പെടുത്തിക്കണം. സാറേ എൻ്റെ 8 പേരെ കൊണ്ടുവരാൻ എനിക്ക് ഒരാഴ്ച എടുക്കുന്നു. എൻ്റെ കൂടെ വരുന്ന 8 പേർക്കും ഒരാഴ്ച കൊടുക്കും. 2 ആഴ്ച കൊണ്ട് 64 ആഴ്ച. സിസ്റ്റമാണ് കൊണ്ടുപോകുന്ന സിസ്റ്റമാണ്. ഒരാൾക്ക് ഒരു സിസ്റ്റം മാറാൻ വിടരുത്. അങ്ങനെയുള്ള ആളിന് പകരം വെക്കണം നമ്മൾ. അതിനാ ലിസ്റ്റ് അല്ലെ. കാറ് പോകുമ്പോൾ സ്റ്റെപ്പിന് വെക്കുന്നുണ്ട്. മോണ വഴി പാച്ചായി നീ കയ്യിലിരിക്കുന്ന സ്റ്റെപ്പിന് എടുത്തിട്ടുണ്ടോ പോകും അല്ലേ? അത്ര വേണം. നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഇരിക്കുക. ഇപ്പൊ 8 പേര് വന്നു. ഒരാൾ ഇത്തിരി മന്ദഗതിയിലാണ് പോകുന്നത്. നമ്മളെന്ത് ചെയ്യും? അവിടെ വേറെ ഒരാളെ പറ്റി വീടും ഒരാളെ എടുത്താൽ നമ്മുടെ കാര്യം എന്താ? ഓക്കെ, അദ്ദേഹത്തിന്റെ സ്പീഡ് കൂടും. ഡാമേജ് ആയി നിൽക്കുന്ന ആള് സ്പീഡ് കൂടും. അതായത് പ്രത്യേകത. ഇപ്പൊ 8-ൽ കൂടുതൽ ഇപ്പൊ എടുക്കാം. 8 വളർത്തി ഒരു 2 ലക്ഷം രൂപ കഴിയുമ്പോൾ മേടിക്കും. എന്ന് മേടിക്കും. സമാധാനമായിട്ട് ആലോചിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് എഴുതി വയ്ക്കാം. എല്ലാ ഫോണുകളും എഴുതി വയ്ക്കാം. അടുത്ത പ്രാവശ്യം ബെസ്റ്റിലൂടെ എനിക്ക് എന്തൊക്കെ നേരണമോ ചെറിയൊരു കമ്പനി മേടിച്ചാൽ എഴുതി വയ്ക്കും. എനിക്കൊരു കമ്പനി മേടിക്കണം. അത് കഴിയുമ്പോൾ കുഞ്ഞിനെ തിന്നത് മേടിച്ചു കൊടുക്കണം. ഇത് കാണിക്കാൻ വേണ്ടി വ്യക്തിയുടെ പ്രോഡക്റ്റ് എന്താണ് സാറേ NDO പ്രോഗ്രാം? അന്ന് ഇവിടെ വരണം. അന്ന് എല്ലാവരും വേണം. ഒരുപാട് പേര് വേണം. നേരത്തെ അറിയില്ല. അറ്റൻഡ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്. 1. രണ്ടാമത്തെ കാര്യം ലിസ്റ്റ് ഉണ്ട്. സിസ്റ്റത്തിലാണ് നിങ്ങളല്ല. 8 പേര് ഓൾറെഡി ആയി, ബേസ് ആയി. ഇനി 8 പേർക്ക് 8 പേര് എന്നോ ആവും എന്നുള്ളത് നമ്മൾ കണക്കൂട്ടിയിട്ട് അവർക്ക് സിസ്റ്റത്തിലേക്ക് കണക്ട്. സിസ്റ്റം ആവണം. സിസ്റ്റത്തിൽ കിട്ടുമോ? അവരെ മനസ്സിലായി. ഇനി എന്ത് പ്രോഡക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അനേക പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു. 2 പ്രോഡക്റ്റിന്റെ ഏതെങ്കിലും പറഞ്ഞു. എന്ത് പ്രോഡക്റ്റ് വേണോ? എല്ലാത്തിനും എന്തോ ഉപയോഗിക്കുന്നുണ്ടോ? ഏതാ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്? ടോസ്റ്റ് കണ്ടോ? ഇതിലാണ് എടുത്തോ. അത് അതിന്റെ ഒരു ബേസ് പറഞ്ഞാൽ
എന്തിന് ടോസ്റ്റർ ഉപയോഗിക്കുന്നതിന്റെ ഒരു ബേസ് പറയാം. എന്നിട്ട് നമ്മൾ നോക്കാം. അപ്പൊ 8:64 ഡേറ്റ് എഴുതില്ല. 8:64 ഡേറ്റ് എഴുതി. അടുത്ത ആഴ്ച സാർ സാറ് പോകുമ്പോൾ നമുക്ക് ആ 64 വരെ വെച്ച് നമുക്കൊരു ഹംഗാമ പ്രോഗ്രാം ചെയ്യാം കേട്ടോ. മറ്റൊരു പ്രോഗ്രാം ചെയ്യാം. വിലപ്പെട്ട 2 പേര് 3 പേര്. അപ്പൊ ഞാൻ ഈ ഹെൽത്ത് പ്രോഡക്റ്റ് എപ്പോഴും നോക്കേണ്ടത് ആരോഗ്യത്തെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവും. പ്രോഡക്റ്റ് പഠിപ്പിച്ച് അത് പഠിപ്പിക്കാനൊക്കെ അവയർനെസ് കൊടുക്കും. എന്താണ് ആരോഗ്യം? ആരോഗ്യ പ്രോഡക്റ്റ് പറയുമ്പോൾ ആരോഗ്യം എന്താണെന്ന് അറിയില്ല. എന്താ ആരോഗ്യം? അതാണ് കൊടുക്കുന്നത്. ജനങ്ങൾക്ക് അറിയേണ്ടതാണ് ആരോഗ്യം എന്താണെന്ന് അറിയണം. അത് പറഞ്ഞു കൊടുത്താൽ പ്രോഡക്റ്റ് ഞമ്മളില്ലേ സിസ്റ്റം ചെയ്താൽ 8:64 ആരോഗ്യം വന്നാണ് അല്ലേ. അതുപോലെ ഇത് ചെയ്യേണ്ട കാര്യമല്ല. എന്താ ആലോചിക്കുന്നുണ്ട്? അതിനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ മനസ്സിലായ ഞാനത് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഫസ്റ്റ് മീറ്റിംഗിൽ നമ്മുടെ മനസ്സിലുള്ളതും അഭിപ്രായം തന്നാനില്ല. ആരോഗ്യം എന്താണെന്ന് ചോദിച്ചത് സാറേ ആരോഗ്യം പറഞ്ഞത് ഇതാണ് ഞാൻ പറയട്ടെ. ഇന്ന് സമൂഹത്തില് ഇതാണ് നടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ആരോഗ്യം? 2 സമ്പത്ത് ആരോഗ്യത്തിനാണ് പ്രാധാന്യം. എഴുതി പഠിക്കേണ്ടതാണ്. ലോക ആരോഗ്യ സംഘടന കേട്ടിട്ടുണ്ടോ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരാണ് ആരോഗ്യത്തിന്റെ ആധികാരികമായിട്ട് പറയുന്നത്. ഒരു പറയാൻ പറഞ്ഞല്ല, ഹെൽത്ത്നെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ദാറ്റ് കവേഴ്സ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ ശാരീരിക, സാമ്പത്തിക, സാമൂഹിക, ആത്മീയ, മാനസികം ഈ 5 കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് പൂർണ്ണാരോഗ്യം. ഒരാരോഗ്യമുണ്ട് പൂർണ്ണാരോഗ്യം, കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയും. ആരോഗ്യത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അത് ബോറടിക്കും, ഉറക്കവും വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ ആരോഗ്യം കയ്യിലിരിക്കും. അവരുടെ ആരോഗ്യം അവരവരുടെ കയ്യിലാണ്. അതാണ് പറയുന്നത്. നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ എന്തൊക്കെയാ? ഒരു മനുഷ്യന്റെ ശാരീരികാരോഗ്യം, സാമ്പത്തികാരോഗ്യം, മാനസികം, സാമൂഹികം, ആത്മീയം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ആരോഗ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബസ്സിൽ വന്നാൽ അത് ആരോഗ്യം, സമ്പത്തി, സന്തോഷം. ഇതിന് മറന്നു പോകുമ്പോൾ അപ്പൊ ആരോഗ്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു മനുഷ്യന്റെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും നല്ല സൃഷ്ടി, നല്ല അവസ്ഥയാണ് ആരോഗ്യം. അതിന് പൂർണ്ണ ആരോഗ്യം എന്ന് പറയും. ഇനി ഈ ആരോഗ്യം നമുക്ക് ആരോഗ്യമുണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു. ഈ 5 അവസ്ഥയിൽ നമുക്കുള്ളൂ. നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണോ? അത്രയല്ലേ? എത്രയുണ്ട്? ശാരീരികമായിട്ടുള്ള ആരോഗ്യമുണ്ടോ? ആരോഗ്യമുണ്ട്. മാനസികമല്ല. പൂർണ്ണ ആരോഗ്യമില്ല. ഈ പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് നേരെ മാറ്റി പോലുള്ള നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. നമ്മൾ ആ രീതിയിൽ ആവണം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം. കാര്യം അതിനുള്ള ഉൽപ്പന്നം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്ത് കൊടുത്താൽ ശരീരത്തിന്റെ അവസ്ഥ നമുക്ക് കറക്റ്റ് ചെയ്യാം. രോഗാവസ്ഥ എന്ന് പറയുന്നത് രോഗമല്ല. ഇപ്പൊ ഡയബറ്റിക് വന്ന് എത്ര നാൾ പരിചരിച്ചാണ്? കാലാഹാരം കഴിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കാലാഹാരം. അവസാനം ഔഷധത്തിലേക്കായി അല്ലെ, മരുന്നിലേക്കായി. ഈ ഔഷധ ഗുണമുള്ള ആഹാരം കഴിച്ചിരുന്നെങ്കിൽ എന്ത് വരും? അതാണ് സംഭവം. അപ്പൊ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഔഷധ ഗുണം മാത്രമല്ല. അങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ? അതൊരു ചാർട്ടുണ്ട്. അതുകൂടെ പറയാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പോകുക. നമ്മൾ പ്രോഡക്റ്റ് പറയുന്നതിലുപരി ഇതുപോലുള്ള അവയർനെസ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗമില്ല? നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ട് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നു? അതിന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ബേസിക് ഹെൽത്ത് കോൺസെപ്റ്റ് 90% ഡിസീസ് ഒറിജിനേറ്റ് പറ്റൊന്നും പിടിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രോഗാവസ്ഥയ്ക്ക് കാരണം നമ്മുടെ കുടലാണ്. കേട്ടോ? ഇപ്പൊ രോഗം വരുന്നത് എവിടുന്നാണ്? 90% വരുന്ന കുടലിൽ നിന്നാണ്. 90% കുടലിൽ നിന്നാണ്. അപ്പൊ 90% നമ്മൾ എവിടെ ശ്രദ്ധിക്കേണ്ടത്? രോഗം വരുന്ന ഏത് അവസ്ഥയിലാണെന്ന് കുടലിൽ ആണ് 90%. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെ ശ്രദ്ധിക്കും? പറയുമോ? അല്ല, നമ്മൾ എന്തിനാ ക്ലീൻ ചെയ്യണം? കാലകാലത്തെ ക്ലീൻ ചെയ്യണം. എന്തിനാ ക്ലീൻ ചെയ്യുന്ന? അഴുക്കുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം. കുടലിൽ അഴുക്കുണ്ടോ? അറിയാമോ? ഞാൻ പെട്ടെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പെട്ടെന്ന് പറയാം. ഇറച്ചി കഴിക്കും. ഇറച്ചി കഴിച്ചിട്ട് കൈ എടുക്കുമ്പോൾ കുഴപ്പമില്ല.
എന്ത് ചെയ്യും കൊടുക്കുക? ആരും പറഞ്ഞില്ല, നിസ്സാരം അടിക്കും. എത്ര നാളും കഴിച്ചോ അന്നല്ല നമ്മുടെ കയ്യിൽ സോപ്പിട്ട് കഴിയും. രോഗ അവസ്ഥ ഉണ്ടാകുന്ന എന്ത് വഴിയാണ്? കൈ വഴിയാണ്, മുഖം വഴിയാണ്. അപ്പൊ ഇതെല്ലാം അകത്തോട്ട് പോയ കാലത്ത് കഴിയും. അപ്പൊ അഴുക്കുണ്ടോ? എവിടെ കഴിവേണ്ടത്? അതാ പറഞ്ഞത്, ഇത്രയും ചെയ്താൽ മതി. സംഭവം അത് കഴിയാത്ത പലം വരും. ഞാനെന്റെ എവിഡൻസ് നിങ്ങൾക്ക് അയച്ചു കാണിച്ചത്. ഡോക്ടേഴ്സ് are according to the basic principle 90% of disease originated from the intestine. ഡോക്ടർമാർ പറഞ്ഞിരിക്കും, നമുക്ക് പറഞ്ഞില്ലല്ലോ. അവർ എഴുതി വെച്ചിരിക്കുകയാണ്. ടോക്സിൻ ആണ് the cause of most disease. അഴുക്ക് ദുർമേധസ്, അതാണ് നമുക്ക് കൂടുതൽ അസുഖം പറഞ്ഞത്. വായു നല്ലതാണോ? വെള്ളം നല്ലതാണോ? കഴിക്കുന്ന ആഹാരം നല്ലതാണോ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മലിനപ്പെടുത്തും. അപ്പൊ ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മാർജ്ജനം ചെയ്യണം. അതിന് പറ്റിയ ഒരു നല്ല കോമൺ പ്രോഡക്റ്റ് ആണ് ടോസ്ക്രീൻ അലവേറ ഫൈബർ. ഒരു പാക്കറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഈ അവസ്ഥ ഉണ്ടായത് ഇത് വഴിയാണ്. ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ട പ്രോഡക്റ്റ് ഒന്നാണ് ടോസ്ക്രീൻ അലവേറ ഫൈബർ. അത് ഉപയോഗിക്കേണ്ട എങ്ങനെ ഉപയോഗിക്കണം? ഫൈബർ എന്തിനാണെന്നറിയാമോ? ഫൈബർ നാരടങ്ങുന്ന ഫുഡ് നമുക്ക് വേണം. അവിടെയാണ് നമ്മളൊരു ഫുഡ് പിരമിഡ് ഉള്ളത്. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആരോഗ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടനുള്ളവർക്ക് അത് കഴിവണം. എടുത്തു തുടങ്ങി. ഇനി ഓരോ ഓർഗിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഹൃദയത്തിനുണ്ട്, കിഡ്നിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് പഠിക്കണം. എന്ത് വേണം? ഇത് കിഡ്നി ഹെൽത്ത് മേടിച്ചു കൊടുക്കല്ല വേണ്ടേ, അതിനുപരി ഇതിനെ പോലുള്ള അവയർനെസ് കൊടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, രാവിലെ ചപ്പാത്തി കഴിച്ചു, ഉച്ചക്ക് എന്ത് കഴിക്കും? ചോറ് കഴിക്കും. വൈകുന്നേരം എന്തെങ്കിലും വേണ്ട, എല്ലാം അറിയാം. അതാണ് വളരെ മതി. എന്ത് കഴിക്കണോ, എപ്പോൾ കഴിക്കണോ, എങ്ങനെ കഴിക്കണം, ഇതാ പറഞ്ഞുള്ളത്. ഇത് ജനങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞല്ലോ എന്ത് കഴിക്കണം, ഞാൻ പറഞ്ഞില്ല. അതാ ലോക ആരോഗ്യ സംഘടന പറയുന്ന ഒരു ചാപ്റ്റർ WHO. എപ്പോഴും നമ്മൾ പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം. ഞാനെന്ത് പറഞ്ഞു? ലോക ആരോഗ്യ സംഘടന ആരോഗ്യത്തെ പറയുന്ന ആരായിരിക്കും? ആരോഗ്യ സംഘടന. അവർ പറയുന്നത് ആർക്കും കഴിക്കണമെന്ന്. ഇങ്ങനെയാണ് വരച്ചു, ഇതാണ് കഴിക്കേണ്ടത്. ഇതെന്തുവാ? ഇതിങ്ങനെ വരച്ചു വെച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അവൻ നന്നായിട്ട് പറ്റിയാൽ ശ്രദ്ധിച്ചത് ഇതുപോലെ കഴിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടി നീ പാവോ വെള്ളത്ത് പോകുമ്പോൾ കുറച്ച് മതി. അപ്പൊ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട എവിടെയാണ്? താഴ്ഭാഗമാണ്. എന്തായിരിക്കും ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത്? എന്താണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പറഞ്ഞോ? നിങ്ങൾക്കറിയാവുന്ന പറ. എന്തോ അവർക്ക് തെറ്റുണ്ട്. തെറ്റ് പറഞ്ഞാൽ ശരി വരും. മനുഷ്യന് ആവശ്യമാണ്. രണ്ട് മുറ കൈ